പിന്നെ എൻ്റെ സ്വപ്നം ഞാൻ മാറ്റിയിട്ട് പറഞ്ഞു, കർത്താവേ, പരിശുദ്ധ കുർബാനയോടൊത്തുള്ള ജീവിതമാണ് എൻ്റെ സ്വപ്നം. ഞാൻ കർത്താവിനോട് പറഞ്ഞു, പരിശുദ്ധ കുർബാനയോടൊത്തുള്ള ജീവിതമാണ് എൻ്റെ സ്വപ്നം. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു സ്വപ്നമില്ല. എൻ്റെ കർത്താവിനോടൊത്ത് ജീവിക്കാത്ത ഒരു സ്വപ്നവും അത് പരിശുദ്ധമായ സ്വപ്നങ്ങളല്ല. ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ശുശ്രൂഷകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം മുതൽ ഞാൻ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞ കണ്ടീഷൻ, മറ്റൊരു കണ്ടീഷൻ, ഇനി ഇത് മാറുന്നില്ലെങ്കിൽ, എൻ്റെ ഭാരമെന്നും മാറ്റാൻ ഈ യേശു ക്രിസ്തുവിന് സാധിക്കുന്നില്ലെങ്കിൽ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പണ്ട് കാലത്ത് പോയിട്ടുള്ളവർക്കറിയാം, അവിടെ സ്റ്റേജിൻ്റെ തന്നെ വലതുവശത്ത് വലിയൊരു ക്രൂശിത രൂപമുണ്ട്. ഞാൻ പറഞ്ഞു, ഈ യേശുക്രിസ്തു എൻ്റെ ഭാരമെല്ലാം മാറ്റുന്നില്ലെങ്കിൽ ഞാൻ ആ ക്രൂശിത രൂപത്തിൽ കാർക്കിച്ച് തുപ്പിയിട്ട് പോകും. എന്നോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ 3 ദിവസം നിങ്ങളുടെ യേശുക്രിസ്തുവിനോട് ഞാൻ പ്രാർത്ഥിച്ചില്ലേ, അതിന് പ്രതികാരം ചെയ്യും ഞാൻ. ഈ മനുഷ്യൻ പറഞ്ഞു, മോനെ അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും പറയല്ലേ എന്ന് വെച്ചാൽ ഞാൻ ഈ 3 ദിവസം നിങ്ങളുടെ യേശുവിനോട് പ്രാർത്ഥിക്കാം. ഈ യേശു കൃത്യമായിട്ട് ദൈവമാണെങ്കിൽ കൃത്യമായിട്ടെല്ലാം ചെയ്തു തന്നാൽ മതി. എന്തായാലും എൻ്റെ വെല്ലുവിളി ഞാൻ നടത്തിയത് ദൈവത്തോടാണ് എന്നുള്ളത് ഇന്നെനിക്ക് ബോധ്യമുണ്ട്. ഇന്നെനിക്ക് വിഷമമുണ്ട് ഞാനന്ന് അങ്ങനെ പറഞ്ഞതിനെ പറ്റിയിട്ട്. അന്ന് അറിവില്ലായ്മയുടെ കാലഘട്ടമായതുകൊണ്ട് എൻ്റെ കർത്താവ് കരുണാമയനായതുകൊണ്ട് അന്ന് ക്ഷമിച്ചിട്ടുണ്ട്. എന്തായാലും ആ വെല്ലുവിളി കർത്താവ് അങ്ങ് സ്വീകരിച്ചു. കർത്താവ് സ്വീകരിച്ച് എന്ത് സംഭവിച്ചു, ഞാൻ ആ 3 ദിവസം പ്രാർത്ഥിച്ചു. അങ്ങനെ ആന്തരിക സൗഖ്യ പരിശുദ്ധാത്മാഭിഷേക ആരാധനയുടെ സമയം വെള്ളിയാഴ്ച രാത്രി ബഹുമാനപ്പെട്ട പനക്കരച്ചൻ പരിശുദ്ധാത്മാഭിഷേക ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനും ഇങ്ങനെ കണ്ണടച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് എനിക്കൊന്ന് കണ്ണ് തുറക്കണമെന്നൊരു ചിന്ത വന്നു. ഞാൻ അങ്ങനെ പെട്ടെന്ന് കണ്ണ് തുറന്നു. ഞാൻ നേരെ കാണുന്നത്, ഞാൻ ഏത് ക്രൂശിത രൂപത്തിലാണ് കാർക്കിച്ച് തുപ്പുവെന്ന് പറയുന്നത്, ആ രൂപത്തിലേക്കാണ് എൻ്റെ കണ്ണ് പോയത്. 1994 നവംബർ മാസം 18-ാം തീയതി വെള്ളിയാഴ്ച രാത്രി. പ്രിയപ്പെട്ടവരെ, ഞാൻ പേടിച്ചുപോയി. പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമയൊക്കെ ഇറങ്ങുന്നത് 2004, 10 വർഷം പിന്നെയും കഴിഞ്ഞിട്ടാണ്. പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമയിൽ കാണുന്നതിനേക്കാൾ വലിയ ഭീകരമായി എൻ്റെ ഈശോ കുരിശിൽ കിടക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് അന്ന് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഞാൻ അലമുറയിട്ട് കരയാൻ തുടങ്ങി, വലിയവായി കരയാൻ തുടങ്ങി. അങ്ങനെ കരയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ തളർന്ന് വീണുപോയി. തളർന്ന് വീണ് കഴിഞ്ഞപ്പോൾ പ്രേക്ഷിതരെടുത്തുകൊണ്ട് പോയി. പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ബോധ്യം വന്നത്. എൻ്റെ തലയിലെ ഭാരമെല്ലാം നീങ്ങിപ്പോയിരുന്നു. വളരെ ഫ്രീ ആയി ആശ്വാസമുള്ള ഒരാളായി മാറി. പിന്നീട് എനിക്ക് എന്തൊക്കെയോ സമാധാനം, പിന്നീടുള്ള ജീവിതത്തിൽ ഭയങ്കര സമാധാനം കൊണ്ട് ഞാൻ നിറയാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് യേശുവിനെ വിളിക്കുമ്പോൾ തന്നെ ഒരു സ്നേഹം നിറയാൻ, സമാധാനം നിറയാനൊക്കെ തുടങ്ങി. 3-ാമത്തെ ദിവസം കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവൻ്റെ തലച്ചോറിൽ വലിയൊരു സീഷറുണ്ടായി, ഒരു ഷോക്കുണ്ടായി. തലച്ചോറിൻ്റെ നല്ലൊരു ഭാഗം നശിച്ചുപോയി. ഇന്നത്തെ അവസ്ഥ ഞാൻ പറയട്ടെ. ഞാനൊരു സഹനത്തിൻ്റെ ക്ലാസ്സായിട്ട് പറയുന്നതല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ അത് ഫീൽ ആവുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയാം. ഇന്ന് എൻ്റെ മകന് കാഴ്ചയില്ല, സംസാരശേഷിയില്ല, എഴുന്നേക്കാനുള്ള ശേഷിയില്ല. ഇന്ന് വരെ പപ്പ എന്നോ അമ്മയെന്നോ അവൻ ഞങ്ങളെ വിളിച്ചിട്ടില്ല. ഇന്ന് വരെ ഈ ലോകത്തെ അവൻ കണ്ടിട്ടില്ല. അങ്ങനെ കിടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ അപ്പനാണ് നിങ്ങളുടെ മുമ്പിൽ വന്നതെന്നുകൊണ്ട് ഇപ്പോൾ ഈ 1 മണിക്കൂറോളമായിട്ട് സംസാരിക്കുന്നത്. സ്വർഗമാണ് എല്ലാറ്റിനും വലുതെന്നും സ്വർഗത്തെ സ്വപ്നം കാണണമെന്നും. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിൽ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞങ്ങൾക്ക് ഒരു സങ്കടവുമില്ല. ഞങ്ങൾ അപ്പനാണ്, അമ്മയാണ്, ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തേക്ക് നോക്കി ഞങ്ങൾ പേടിയോടെ അല്ല ജീവിക്കുന്നത്.
ഞങ്ങൾ ഇനി എന്ത് ചെയ്യും എന്നുള്ള പേടി ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ കുഞ്ഞിന് ഇനി എന്ത് ചെയ്യും എന്നുള്ള പേടിയുമില്ല. മറിച്ച് സ്വർഗത്തിലെ ദൈവം, അത്യുന്നതനായ ദൈവം, സകലത്തിൻ്റെയും സൃഷ്ടാവും ഉടയവനുമായ ദൈവം ഞങ്ങളെ പരിപാലിക്കും, പോറ്റിക്കൊള്ളുമെന്നും അതിനേക്കാൾ അപ്പുറത്തേക്ക്, ഈ ജീവിതത്തിനപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ടെന്നും ആ ജീവിതം കർത്താവിനോടൊത്ത് ജീവിച്ചു തീർക്കാനായിട്ടുള്ള വിശുദ്ധി, ഒരുക്കം ഞങ്ങൾക്ക് തരണേ എന്നും മാത്രമുള്ള പ്രാർത്ഥനയെ ഞങ്ങൾക്കുള്ളൂ. ഏറ്റവും വലിയ സ്വപ്നം സ്വർഗത്തിൽ പോവാന്നുള്ളതാണ്. 98 ജനുവരി 18 എൻ്റെ മാമോദിസ. എനിക്ക് മാമോദിസ തന്ന വൈദികൻ എന്നോട് ചോദിച്ചു, ബഹുമാനപ്പെട്ട ആൻഡോ കണ്ണമ്പുഴ അച്ഛനാണ് എൻ്റെ സ്പിരിച്വൽ ഫാദർ, അച്ഛൻ ഇപ്പോൾ സ്വർഗത്തിലാണുള്ളത്. അച്ഛൻ എന്നോട് ചോദിച്ചു, നീ മാമോദിസയ്ക്കിടാനായിട്ട് പേര് വല്ലതും കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉണ്ടച്ചാന്ന്. പെട്ടെന്ന് തന്നെ അങ്ങ് പറഞ്ഞു. അച്ഛൻ വല്ല പേരും എനിക്ക് വേണ്ടി കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കാനും മറന്നുപോയി. പിന്നെ ഞാൻ ഓർത്തു, അച്ഛൻ വല്ല പേരും കണ്ടുവച്ചിട്ടുണ്ടാവുമായിരിക്കുമോ എന്നൊക്കെ പിന്നെ ഞാൻ ഓർത്തിട്ടുണ്ട്. അപ്പം അച്ഛനോട് ചോദിച്ചു, ഏത് പേരാണ് നീ കണ്ടുവച്ചിരിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, സ്റ്റീഫൻ. അപ്പം അച്ഛനോട് ചോദിച്ചു, അതെന്താ നിനക്ക് ആ പേരിനോട് അത്ര ഇഷ്ടം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ, വിശുദ്ധ സ്റ്റീഫനാണല്ലോ ആദ്യത്തെ രക്തസാക്ഷി. ഈശോ മരിച്ചതുപോലെ സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവായ ദൈവത്തെയും ഈശോയെയൊക്കെ കണ്ടുകൊണ്ട് ഈ പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച സ്വർഗത്തിലേക്ക് കടന്നുപോയ വിശുദ്ധനാണ് വിശുദ്ധ സ്റ്റീഫൻ. എനിക്ക് വിശുദ്ധ സ്റ്റീഫനെ പോലെ രക്തസാക്ഷിയാകണം എൻ്റെ ആഗ്രഹമായിരുന്നു. അത് ഞാൻ പറയുമ്പോൾ അന്ന് തന്നെ രണ്ട് തവണ ആ സമയത്ത് തന്നെ എനിക്കെതിരായിട്ട് വധശ്രമം കഴിഞ്ഞൊരു സമയമായിരുന്നു. അപ്പം എൻ്റെ മനസ്സിലുണ്ടായ ഒരു ചിന്തയാണ്, ആഗ്രഹമായിരുന്നത്, എനിക്ക് വിശുദ്ധ സ്റ്റീഫനെ പോലെ രക്തസാക്ഷിയാണ്. കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് വരെ എനിക്കെതിരായിട്ട് ശ്രമമൊക്കെ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, എന്നാലും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? എനിക്ക് സ്വർഗത്തിൽ പോകണം. സ്വർഗത്തിൽ പോകണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വഴി രക്തസാക്ഷിത്വമാണ്. മറ്റ് വിശുദ്ധരെക്കാൾ എളുപ്പം രക്തസാക്ഷിത്വത്തിലൂടെ വിശുദ്ധനാവുകയാണ്. മറ്റ് വിശുദ്ധരെ പറ്റി നിങ്ങൾക്ക് അറിയായിരിക്കും, അവർ മരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നാളുകൾ എടുക്കും, ഒരുപാട് അത്ഭുതങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വേണം ഓരോരോരോ പടിപടിയായിട്ട് ഉയരാനായിട്ട്, വിശുദ്ധൻ്റെ പദവിയിലേക്ക് ഉയരാനായിട്ട്. എന്നാൽ രക്തസാക്ഷി, ആ രക്തസാക്ഷിത്വത്തിലൂടെ വേറെ അത്ഭുതങ്ങളുടെ പുറകെ ഒന്നും പോകണ്ട, അവന് വിശുദ്ധനായിട്ട് പെട്ടെന്ന് പ്രഖ്യാപിക്കപ്പെടും. അപ്പൊ ഞാൻ പലപ്പോഴും സ്വപ്നം കാണാറുണ്ട്, എൻ്റെ രൂപം അൾത്താരയിൽ എടുത്ത് ഉയർത്തി വെച്ചിരിക്കുന്ന എൻ്റെ രൂപം ഞാൻ സ്വപ്നം കാണാറുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് സ്റ്റീഫൻ എന്ന് അച്ഛൻ പരിചയപ്പെടുത്തി. പക്ഷേ എനിക്ക് ഇതിന് മുമ്പ് വേറൊരു പേരൊക്കെ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ കൂടെ ഇപ്പം നടക്കാൻ തുടങ്ങിയിട്ട് വർഷം 31 കഴിഞ്ഞു. 32ാമത്തെ വർഷമായി. വചന ശുശ്രൂഷയിൽ തന്നെ ദൈവകൃപയാൽ 30 വർഷത്തോളമായി. എൻ്റെ പഴയ പേര് എന്താണെന്നുള്ളത് ഇവിടെ പ്രസക്തമല്ല, എങ്കിലും എൻ്റെ ജീവിതം അത്യാവശ്യം പ്രസക്തമാണ്. ഒരു അക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് വളർന്ന വ്യക്തിയാണ് ഞാൻ. ജീവിതത്തിൻ്റെ തകർച്ചകളിൽ, ഞാൻ അതൊന്നും വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ജീവിതത്തിൻ്റെ തകർച്ചകളിലാണ് ഞാൻ ഈശോയെ കണ്ടുമുട്ടുന്നത്. 1994 ചാച്ചനും അമ്മയൊക്കെ തമ്മിൽ തല്ലും ബഹളമായി പിരിയുന്ന ഒരു ഘട്ടത്തിലാണ് ഞാൻ ഈശോയെ കണ്ടുമുട്ടുന്നത്. ഞാൻ ആ സമയത്ത് ഞാനും ഒറ്റപ്പെട്ടു പോയി, ഒരു അനാഥനെ പോലെ ഞാൻ ഒറ്റയ്ക്കായിപ്പോയി. അങ്ങനെ ഒരു കാലഘട്ടമൊക്കെ എനിക്കുണ്ടായിരുന്നു. ഇന്നിവിടെ ഒരു പോലീസുകാരനായിട്ടൊക്കെ നിൽക്കുമ്പോൾ, ഞാനൊരു SI ആണ്, ഒക്കെ നിൽക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും ഉണ്ട്, പക്ഷെ അങ്ങനെയൊന്നും അല്ലാത്ത, ആരുമില്ലാത്ത ഒരു കാലഘട്ടമൊക്കെ എനിക്കുണ്ടായിരുന്നു. 94 നവംബറിൽ ആണ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിന് പോകുന്നത്. ആ സാഹചര്യത്തിൽ അവിടെ വെച്ച് ഈശോയെ ഞാൻ അറിയുന്നു. ഈശോയെ ഞാൻ എൻ്റെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഈശോയെ എനിക്ക് തീരെ ഇഷ്ടമില്ല. ക്രിസ്ത്യാനികളെ എനിക്കിഷ്ടമില്ലായിരുന്നു. കാരണം ഞാൻ അന്ന് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സംഘടന, അന്നത്തെക്കാളും സംഘടന ഇന്ന് ഇന്ത്യയിൽ വളർന്ന് വലുതായി അധികാര കേന്ദ്രങ്ങളിലെത്തി. ഞാൻ അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സംഘടന ശക്തിയുക്തം അന്നും ഇന്നും ഒക്കെ എതിർത്തുകൊണ്ടിരുന്നത് ഈ ക്രിസ്ത്യാനികളെയാണ്. അന്ന് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നമ്മുടെ മലബാറിൽ നിന്ന് വെള്ളിയാഴ്ചകളിൽ ഒരു ബസ് പോകും.
ആ ബസ് പോയുമ്പോൾ അതിനകത്ത് പുട്ടിന് പീരയിടുന്നത് പോലെ 4-5 പേര് ഞങ്ങളുടെ ആൾക്കാരുണ്ടാവും. അവർ പോയി തിരിച്ചു വരുമ്പോൾ അവരുടെ വിശ്വാസമെല്ലാം മാറി അവർ യേശുക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായിട്ട് സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ സംഘടന സംവിധാനങ്ങളിൽ ചർച്ച ചെയ്യും. അപ്പം ഞാൻ അന്നത്തെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോടൊക്കെ ചോദിക്കും, ഇതെന്താ ഇങ്ങനെ? നമ്മുടെ ആ ചേട്ടനും ഈ ചേട്ടനും ചേച്ചിയും ഒക്കെ പോയിട്ട് ഇങ്ങനെയൊക്കെ തിരിച്ചു വരുന്നേ? അപ്പം പറയും, അവിടെ ഈ പോട്ടയിൽ മാജിക്ക് നടക്കുന്നുണ്ട്, കൺകെട്ട് നടക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ആൾക്കാരെയൊക്കെ അവർ മതം മാറ്റി കൊണ്ടുപോകുന്നത്. സർവ്വ പറയും ഹല്ലേലൂയ. ഈ ക്യാമറ മുമ്പിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇതിൽ കൂടുതലൊന്നും തെളിച്ച് പറയാൻ പറ്റത്തില്ല. സർവ്വ പറയും ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, പക്ഷെ ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എത്തപ്പെട്ടു. ഇഷ്ടമുണ്ടായിട്ടല്ല അന്ന് എത്തിയത്. പക്ഷെ എത്തപ്പെടുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു, ഇവിടുത്തെ ഈ മാജിക് എനിക്കൊന്ന് കാണണം, ഈ കൺകെട്ട് ഇതൊക്കെ ഒന്ന് കാണണം. എന്നിട്ട് വിളിച്ചു പറയണം, ദേ ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെയാണ് ഞങ്ങളുടെ ആൾക്കാരെ തട്ടിക്കൊണ്ട് പോകുന്നത് എന്ന് പറയണം. ഞാനിങ്ങനെ ധ്യാനത്തിന് പോയി. ഞായറാഴ്ച ധ്യാനം തുടങ്ങി. കണ്ണടയ്ക്കാൻ പറയുമ്പോൾ കണ്ണടക്കിയല്ല, കാരണം കണ്ണടച്ചാൽ ഈ മാജിക്ക് കാണാൻ പറ്റിയല്ല. കരം ഉയർത്താൻ പറയുമ്പോൾ ആദ്യമൊക്കെ ഒന്ന് ഉയർത്തി നോക്കി, പിന്നെ ഞാൻ ഉയർത്തിയില്ല. കാരണം വെച്ചാൽ കുറേ നേരമൊക്കെ ഇങ്ങനെ ഉയർത്തി പിടിക്കുമ്പോൾ ഭയങ്കര വേദനയൊക്കെ തോന്നും. അതുകൊണ്ട് അങ്ങ് വേഗം താത്തും, ഇങ്ങനെ പോരും, താഴ്ന്നു പോരും. അല്ലേ? നമ്മളൊക്കെ അങ്ങനെയല്ലേ? സ്വരമുയർത്തി സ്തുതിക്കാൻ പറയുമ്പോൾ എൻ്റെ തൊണ്ട അത് എന്തിനാ വെറുതെ പൊട്ടിച്ച് കളയുന്നതെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഇരുന്നു. 2-3 ദിവസം കുറേ വചനമൊക്കെ അവിടെ കേട്ടു. അപ്പോഴൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഫീലൊന്നുമില്ല. ബുധനാഴ്ച ദിവസം ഈ പനക്കലച്ചൻ രാവിലെ ക്ലാസ്സിന് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇന്ന് നമ്മൾ കൗൺസിലിങ്ങിന് പോവുകയാണ്. കൗൺസിലറോട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഈശോയോടെന്ന പോലെ പറയണം. കൗൺസിലർ തരുന്ന ഉപദേശങ്ങൾ ഈശോയിൽ നിന്ന പോലെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് കൗൺസിലിംഗ് എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും വളണ്ടിയേഴ്സ് വിളിച്ചോണ്ട് പോയി അവിടെ എത്തി. കൗൺസിലർ ഒരു ചേട്ടൻ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ മുമ്പിൽ വളരെ ഭവ്യതയോടുകൂടി ഞാൻ ഇരുന്നു. അപ്പോൾ പുള്ളി ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറഞ്ഞു, സത്യസന്ധമായിട്ടൊക്കെ മറുപടി പറഞ്ഞു. അപ്പം എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എൻ്റെ ചാച്ചനും അമ്മയും ഒരുമിച്ച് കിട്ടുക എന്നുള്ള സ്വപ്നം. ഞാൻ ഇഷ്ടംപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ പോയി തൊഴുകയോടെ നിന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഈ ചേട്ടൻ പറഞ്ഞു, മോനെ നീ യേശുക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുക, ഈശോ നിന്റെ ഭാരമെല്ലാം ഏറ്റെടുക്കും. സത്യം പറഞ്ഞ എനിക്ക് ചിരിയാ വന്നത്. ഞാൻ ഈ യേശുവിൻ്റെ ഈ രൂപം, ക്രൂശിത രൂപം ഞാൻ കാണുമ്പോഴൊക്കെ എനിക്ക് ചിരി വരുമായിരുന്നു ആ കാലഘട്ടത്തിൽ. കാരണം ഈ ക്രൂശിക്കപ്പെട്ട ഈ യേശു ദൈവമാണെന്നാണ് ഈ ക്രിസ്ത്യാനികൾ പറയുന്നത്. കുരിശേന്ന് പോലും ഇറങ്ങി വരാൻ പറ്റാത്ത ഇതെങ്ങനെയാ ദൈവമാകുന്നത് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ കുഞ്ഞുനാൾ മുതലുണ്ടായിരുന്നു. ഇത് യഹൂദരൊക്കെ കളിയാക്കിയതാണെന്നൊന്നും അന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കൊരു ദൈവസങ്കല്പം എന്ന് പറയുന്ന അതിൽ ഈ യേശുവിൻ്റെ ക്രൂശിത രൂപം ഒരിക്കലും എനിക്ക് ദൈവസങ്കല്പത്തിന് യോജിച്ചതാണെന്ന് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഈ ചേട്ടൻ പറഞ്ഞു, നീ യേശുക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചിരിയാ വന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ പോയി പള്ളി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, മോനെ ഈശോ നിന്നെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കും. അവസാനം ഞാൻ പറഞ്ഞു, ചേട്ടാ നടക്കുകയില്ല, ബാക്കി നിങ്ങൾ പറയുന്നതൊക്കെ ചെയ്യാം, എൻ്റെ ദൈവങ്ങളുടെ കൂടെ അല്ലാത്ത ഒരു ജീവിതം എനിക്കില്ല. ഈ മനുഷ്യൻ ഈ ബൈബിൾ എടുത്ത് എൻ്റെ കയ്യിലേക്ക് വന്നിട്ട് പറഞ്ഞു, മോനെ ഞാൻ തോറ്റു, പക്ഷേ ഈശോ തൂക്കിയല്ല, നീ ഒന്ന് തുറന്നു വായിക്കാൻ പറഞ്ഞു. അങ്ങനെ ബൈബിൾ എടുത്ത് ഞാൻ തുറന്നു വായിച്ചു. ആ തുറന്നു വായിച്ചത് ഇങ്ങനെയാണ്: അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ല. നിങ്ങൾ ഓർക്കണം, ആ വചനം ഞാനുമായിട്ട് ചേർത്ത് നിങ്ങൾ കേൾക്കണം. അപ്പസ്തോല പ്രവർത്തനം 17-ാം അധ്യായം 30-ാമത്തെ വാക്യം. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ല, എന്നാൽ ഇന്ന് സകലയിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു.
എൻ്റെ അജ്ഞതയുടെ കാലഘട്ടങ്ങൾ, അറിവില്ലായ്മയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ല. എന്നാൽ ഇന്ന് എല്ലായിടത്തുമുള്ള, ഇസ്രായേലിൽ മാത്രമുള്ളവരെന്നല്ല, എല്ലായിടത്തുമുള്ള എല്ലാ ജാതി ജനങ്ങളും, നോക്കിക്കേ, ക്രിസ്ത്യാനികളെന്നോ യഹൂദനെന്നോ അല്ല, എല്ലാ ജാതി ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പറയുന്നു എന്നല്ല, ആജ്ഞാപിക്കുന്ന കമാൻഡാണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കൂടം കൊണ്ടടിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് വരുന്നത്. കാരണം ഇത് എന്നെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞാണെന്നുള്ള ഫീലിംഗ്. ഒരു സിനിമയിൽ കേട്ടതുപോലെ ഇത് എന്നെ തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞാണെന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടാകാൻ തുടങ്ങി. അപ്പം ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഞാൻ നിങ്ങളുടെ യേശുക്രിസ്തുവിനെ ആരാധിക്കാം, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. അപ്പം എന്നോട് ചോദിച്ചാൽ എന്താ കണ്ടീഷൻ? ഞാൻ പറഞ്ഞു, ഇനിയുള്ള 3 ദിവസം നിങ്ങളുടെ യേശുക്രിസ്തുവിനെ ആരാധിച്ചാൽ എൻ്റെ കുടുംബത്തെ എനിക്ക് തിരിച്ചു തരണം. എൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട വലിയ ടെൻഷനിലാണ് ഞാൻ, വലിയ ടെൻഷനിലാണ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ദിവസവും മണിക്കൂറുകളോളം ഞാൻ അമ്പലങ്ങളിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്. എൻ്റെ വേദനയായിരുന്നു. എൻ്റെ ചാച്ചൻ, അമ്മ, എൻ്റെ സഹോദരങ്ങൾ, ഇതൊക്കെ എൻ്റെ ചങ്കിലെ വേദനകൾ, നൊമ്പരങ്ങളായിരുന്നു. ഈ വേദന എനിക്കൊന്ന് മാറണം. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, ഈശോ നിന്നെ സുഖപ്പെടുത്തും, നിന്റെ ഭാരമെല്ലാം കർത്താവ് ഏറ്റെടുക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അന്ന് ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം മുതൽ ഞാൻ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞ കണ്ടീഷൻ, മറ്റൊരു കണ്ടീഷൻ, ഇനി ഇത് മാറുന്നില്ലെങ്കിൽ, എൻ്റെ ഭാരമെന്നും മാറ്റാൻ ഈ യേശുക്രിസ്തുവിന് സാധിക്കുന്നില്ലെങ്കിൽ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പണ്ട് കാലത്ത് പോയിട്ടുള്ളവർക്കറിയാം, അവിടെ സ്റ്റേജിൻ്റെ തന്നെ വലതുവശത്ത് വലിയൊരു ക്രൂശിത രൂപമുണ്ട്. ഞാൻ പറഞ്ഞു, ഈ യേശുക്രിസ്തു എൻ്റെ ഭാരമെല്ലാം മാറ്റുന്നില്ലെങ്കിൽ ഞാൻ ആ ക്രൂശിത രൂപത്തിൽ കാർക്കിച്ച് തുപ്പിയിട്ട് പോകും. അപ്പം എന്നോട് ചോദിച്ചാൽ എന്തിനാ? അല്ല, ഈ 3 ദിവസം നിങ്ങളുടെ യേശുക്രിസ്തുവിനോട് ഞാൻ പ്രാർത്ഥിച്ചില്ലേ, അതിന് പ്രതികാരം ചെയ്യും ഞാൻ. ഈ മനുഷ്യൻ പറഞ്ഞു, മോനെ അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും പറയല്ലേ എന്ന് വെച്ചാൽ ഞാൻ ഈ 3 ദിവസം നിങ്ങളുടെ യേശുവിനോട് പ്രാർത്ഥിക്കാം. ഈ യേശു കൃത്യമായിട്ട് ദൈവമാണെങ്കിൽ കൃത്യമായിട്ടെല്ലാം ചെയ്തു തന്നാൽ മതി. എന്തായാലും എൻ്റെ വെല്ലുവിളി ഞാൻ നടത്തിയത് ദൈവത്തോടാണ് എന്നുള്ളത് ഇന്നെനിക്ക് ബോധ്യമുണ്ട്. ഇന്നെനിക്ക് വിഷമമുണ്ട് ഞാനന്ന് അങ്ങനെ പറഞ്ഞതിനെ പറ്റിയിട്ട്. അന്ന് അറിവില്ലായ്മയുടെ കാലഘട്ടമായതുകൊണ്ട് എൻ്റെ കർത്താവ് കരുണാമയനായതുകൊണ്ട് അന്ന് ക്ഷമിച്ചിട്ടുണ്ട്. എന്തായാലും ആ വെല്ലുവിളി കർത്താവ് അങ്ങ് സ്വീകരിച്ചു. കർത്താവ് സ്വീകരിച്ച് എന്ത് സംഭവിച്ചു? ഞാൻ ആ 3 ദിവസം പ്രാർത്ഥിച്ചു. അങ്ങനെ ആന്തരിക സൗഖ്യ പരിശുദ്ധാത്മാഭിഷേക ആരാധനയുടെ സമയം വെള്ളിയാഴ്ച രാത്രി ബഹുമാനപ്പെട്ട പനക്കരച്ചൻ പരിശുദ്ധാത്മാഭിഷേക ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനും ഇങ്ങനെ കണ്ണടച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് എനിക്കൊന്ന് കണ്ണ് തുറക്കണമെന്നൊരു ചിന്ത വന്നു. ഞാൻ അങ്ങനെ പെട്ടെന്ന് കണ്ണ് തുറന്നു. ഞാൻ നേരെ കാണുന്നത്, ഞാൻ ഏത് ക്രൂശിത രൂപത്തിലാണ് കാർക്കിച്ച് തുപ്പുവെന്ന് പറയുന്നത്, ആ രൂപത്തിലേക്കാണ് എൻ്റെ കണ്ണ് പോയത്. 1994 നവംബർ മാസം 18-ാം തീയതി വെള്ളിയാഴ്ച രാത്രി. പ്രിയപ്പെട്ടവരെ, ഞാൻ പേടിച്ചുപോയി. പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമയൊക്കെ ഇറങ്ങുന്നത് 2004, 10 വർഷം പിന്നെയും കഴിഞ്ഞിട്ടാണ്. പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമയിൽ കാണുന്നതിനേക്കാൾ വലിയ ഭീകരമായി എൻ്റെ ഈശോ കുരിശിൽ കിടക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് അന്ന് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഞാൻ അലമുറയിട്ട് കരയാൻ തുടങ്ങി, വലിയവായി കരയാൻ തുടങ്ങി. അങ്ങനെ കരയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ തളർന്ന് വീണുപോയി. തളർന്ന് വീണ് കഴിഞ്ഞപ്പോൾ പ്രേക്ഷിതരെടുത്തുകൊണ്ട് പോയി. പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ബോധ്യം വന്നത്. എൻ്റെ തലയിലെ ഭാരമെല്ലാം നീങ്ങിപ്പോയിരുന്നു. വളരെ ഫ്രീ ആയി ആശ്വാസമുള്ള ഒരാളായി മാറി. പിന്നീട് എനിക്ക് എന്തൊക്കെയോ സമാധാനം, പിന്നീടുള്ള ജീവിതത്തിൽ ഭയങ്കര സമാധാനം കൊണ്ട് ഞാൻ നിറയാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് യേശുവിനെ വിളിക്കുമ്പോൾ തന്നെ ഒരു സ്നേഹം നിറയാൻ, സമാധാനം നിറയാനൊക്കെ തുടങ്ങി. അങ്ങനെ ഞാൻ ഈശോയോടൊത്തുള്ള ജീവിതം തുടങ്ങി. സ്വരവേർത്തി പറഞ്ഞ ഹല്ലേലൂയ. അല്പം കൂടി ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ ഇങ്ങോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായി. ഒരുപാട് സഹനങ്ങൾ. ഓർമ്മ വെച്ച നാൾ മുതൽ സഹനം കൂടെയുണ്ട്. എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. കാരണം ഞാൻ കടന്നു വരുന്ന സമൂഹം, അങ്ങനെ ഒരു സമൂഹം, എൻ്റെ നാട്ടിൽ ഒറ്റ ക്രിസ്ത്യാനി ഇല്ല.
അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് 1-2 പേരെ ധ്യാനത്തിനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് എതിരായിട്ട് ഭയങ്കര ഭീഷണികളുണ്ടായി. 5-6 തവണ വധശ്രമം വരെ ഉണ്ടായി. പക്ഷെ കർത്താവിൻ്റെ കൃപയാൽ ഞാനിവിടെ ഇങ്ങനെ ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും വലിയ സ്വപ്നം സ്വർഗത്തിൽ പോകുക എന്നുള്ളതാണ്. 98 ജനുവരി 18-നാണ് എൻ്റെ മാമോദിസ. എനിക്ക് മാമോദിസ തന്ന വൈദികൻ എന്നോട് ചോദിച്ചു, ബഹുമാനപ്പെട്ട ആൻഡോ കണ്ണമ്പുഴ അച്ഛനാണ് എൻ്റെ സ്പിരിച്വൽ ഫാദർ, അച്ഛൻ ഇപ്പോൾ സ്വർഗത്തിലാണുള്ളത്. അച്ഛൻ എന്നോട് ചോദിച്ചു, നീ മാമോദിസയ്ക്ക് ഇടാനായിട്ട് പേര് വല്ലതും കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉണ്ടച്ചാന്നുള്ളത്. പെട്ടെന്ന് തന്നെ ഞാനങ്ങ് പറഞ്ഞു. അച്ഛൻ വല്ല പേരും എനിക്ക് വേണ്ടി കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കാനും മറന്നുപോയി. പിന്നെ ഞാൻ ഓർത്തു, അച്ഛൻ വല്ല പേരും കണ്ടുവച്ചിട്ടുണ്ടാവുമായിരിക്കുമോ എന്നൊക്കെ പിന്നെ ഞാൻ ഓർത്തിട്ടുണ്ട്. അപ്പം അച്ഛനോട് ചോദിച്ചു, ഏത് പേരാണ് നീ കണ്ടുവച്ചിരിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, സ്റ്റീഫൻ. അപ്പം അച്ഛനോട് ചോദിച്ചു, അതെന്താ നിനക്ക് ആ പേരിനോട് അത്ര ഇഷ്ടം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ, വിശുദ്ധ സ്റ്റീഫനാണല്ലോ ആദ്യത്തെ രക്തസാക്ഷി. ഈശോ മരിച്ചതുപോലെ സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവായ ദൈവത്തെയും ഈശോയെയൊക്കെ കണ്ടുകൊണ്ട് ഈ പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച സ്വർഗത്തിലേക്ക് കടന്നുപോയ വിശുദ്ധനാണ് വിശുദ്ധ സ്റ്റീഫൻ. എനിക്ക് വിശുദ്ധ സ്റ്റീഫനെ പോലെ രക്തസാക്ഷിയാകണം എൻ്റെ ആഗ്രഹമായിരുന്നു. അത് ഞാൻ പറയുമ്പോൾ അന്ന് തന്നെ രണ്ട് തവണ ആ സമയത്ത് തന്നെ എനിക്കെതിരായിട്ട് വധശ്രമം കഴിഞ്ഞൊരു സമയമായിരുന്നു. അപ്പം എൻ്റെ മനസ്സിലുണ്ടായ ഒരു ചിന്തയാണ്, ആഗ്രഹമായിരുന്നത്, എനിക്ക് വിശുദ്ധ സ്റ്റീഫനെ പോലെ രക്തസാക്ഷിയാകണം. കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് വരെ എനിക്കെതിരായിട്ട് ശ്രമമൊക്കെ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, എന്നാലും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? എനിക്ക് സ്വർഗത്തിൽ പോകണം. സ്വർഗത്തിൽ പോകണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വഴി രക്തസാക്ഷിത്വമാണ്. മറ്റ് വിശുദ്ധരെക്കാൾ എളുപ്പം രക്തസാക്ഷിത്വത്തിലൂടെ വിശുദ്ധനാവുകയാണ്. മറ്റ് വിശുദ്ധരെ പറ്റി നിങ്ങൾക്ക് അറിയായിരിക്കും, അവർ മരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നാളുകൾ എടുക്കും, ഒരുപാട് അത്ഭുതങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വേണം ഓരോരോ പടിപടിയായിട്ട് ഉയരാനായിട്ട്, വിശുദ്ധൻ്റെ പദവിയിലേക്ക് ഉയരാനായിട്ട്. എന്നാൽ രക്തസാക്ഷി, ആ രക്തസാക്ഷിത്വത്തിലൂടെ വേറെ അത്ഭുതങ്ങളുടെ പുറകെ ഒന്നും പോകണ്ട. അവന് വിശുദ്ധനായിട്ട് പെട്ടെന്ന് പ്രഖ്യാപിക്കപ്പെടും. അപ്പൊ ഞാൻ പലപ്പോഴും സ്വപ്നം കാണാറുണ്ട്, എന്റെ രൂപം അൾത്താരയിൽ എടുത്ത് ഉയർത്തി വെച്ചിരിക്കുന്ന എന്റെ രൂപം ഞാൻ സ്വപ്നം കാണാറുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ കാണാറുണ്ടോ? അൾത്താരയിൽ എടുത്തുയർത്തിയിരിക്കുന്ന ഈ സ്റ്റീഫന്റെ രൂപം ഞാൻ സ്വപ്നത്തിൽ കാണാറുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്നെ സംബന്ധിച്ച് ഈ ലോകത്തിൻ്റെ സുഖങ്ങളും ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളെക്കാൾ അപ്പുറം എൻ്റെ കർത്താവിനോടുള്ള ജീവിതത്തിൻ്റെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും പ്രധാനം. സഹനങ്ങളൊക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. 2001 ജൂൺ 4-നായിരുന്നു എൻ്റെ വിവാഹം. ഈ 2026 വരുമ്പോൾ ഞങ്ങളുടെ ജൂബിലിയാണ്. ഈ ജൂൺ 4 വരുമ്പോൾ ഞങ്ങൾ ജൂബിലിയാണ്. കൗൺസിലിംഗ് ടോക്കൺ 81 മുതൽ 100 വരെ പിന്നിലേക്കിരിക്കണം. സ്വരവരുത്തി പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, എൻ്റെ കല്യാണം കഴിഞ്ഞ് 3-ാമത്തെ മാസം എൻ്റെ ഭാര്യയ്ക്ക് ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞു. ആദ്യത്തെ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 7 ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ടാട്ടോ. എൻ്റെ ഭാര്യ ബിന്ദുവിന് 7 ഓപ്പറേഷൻ കഴിഞ്ഞു. സിസ്റ്റുകള്, ട്യൂമറുകള്, എല്ലാവർക്കും ക്യാൻസർ, അങ്ങനെയൊക്കെ പല 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 സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. ഞാൻ വിശദമായിട്ട് പറയാനായിട്ട് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് വിശദമായിട്ട് പറയുന്നില്ല. മലബാർ ക്യാൻസർ സെന്ററിൽ ചികിത്സയ്ക്ക് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ ഓർക്കാണ്, അന്ന് എനിക്ക് പോലീസിൽ ജോലി കിട്ടിയിട്ടില്ല. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിൽ നിൽക്കുന്നു. ക്യാൻസർ ആണ് എന്ന് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മലബാർ ക്യാൻസർ സെന്ററിലേക്ക് പൊക്കോളാൻ പറഞ്ഞ്, അല്ലെങ്കിൽ തിരുവനന്തപുരം RCCയിലേക്ക് പൊക്കാൻ പറഞ്ഞ് ഞങ്ങളങ്ങനെ അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ കുറെ ടെസ്റ്റുകൾക്ക് എഴുതി തന്നു. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഓരോ ലാബിലും പരിശോധന സ്ഥലത്തും ഒക്കെ പോയി നോക്കുമ്പോൾ എല്ലാത്തിനും വലിയ പൈസ വേണം. അന്ന് വേറെ സർക്കാർ പദ്ധതികളൊന്നുമില്ല, എൻ്റെ കയ്യിൽ പൈസയില്ല. ഞാൻ ഇപ്പോഴും ഓർക്കാണ്, മലബാർ ക്യാൻസർ സെന്ററിന്റെ പുറത്ത് അന്നുണ്ടായിരുന്ന ഒരു പൂന്തോട്ടത്തിൽ, ഇപ്പൊ പൂന്തോട്ടമൊക്കെ മാറി, അന്നുണ്ടായിരുന്ന പൂന്തോട്ടത്തിൽ സിമന്റ് ബെഞ്ചിൽ ഞാൻ എൻ്റെ ഭാര്യ ബിന്ദുവിന്റെ കയ്യും പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്, എന്ത് ചെയ്യണം എന്നറിയാതെ. അന്ന് എൻ്റെ ഒരു സ്വരം ഞാൻ കേൾക്കുകയാണ്, ഇവൾക്ക് ക്യാൻസർ ഇല്ല.
അപ്പം ഞാൻ ചോദിച്ചു, ഇവർക്ക് ക്യാൻസർ ഇല്ലേ? ഇല്ല, ഇവർക്ക് ക്യാൻസർ ഇല്ല. ഞാൻ അവളുടെ കയ്യും പിടിച്ചുകൊണ്ട് ഡോക്ടർ ഇക്ബാലിന്റെ ചേംബറിലേക്ക്, റൂമിലേക്ക് ഞാൻ ഓടി. ഡോക്ടറിന്റെ മുറിയിൽ വേറെ പേഷ്യന്റ് ഉണ്ട്. പക്ഷെ ഞാൻ അതൊന്നും കൂട്ടാക്കാതെ ഡോക്ടറിന്റെ റൂം തള്ളി തുറന്ന് ഞാൻ ചെന്നിട്ട് ഡോക്ടറിന്റെ ആ പേഷ്യന്റിന്റെ പുറകിൽ നിന്ന് ഡോക്ടറിന്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു, ഡോക്ടർ, എന്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ഇല്ല. അപ്പൊ ഡോക്ടർ ചോദിച്ചു, ആര് പറഞ്ഞു ക്യാൻസർ ഇല്ലെന്ന്? ഞാൻ പറഞ്ഞു, ഈശോ. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനൊരു പൊട്ടനാണ്. കാരണം കയ്യിലിരിക്കുന്ന റിപ്പോർട്ടിൽ ക്യാൻസറാണ്. ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ, അതിനുള്ള ടെസ്റ്റുകൾക്കെല്ലാം ഡോക്ടർ എഴുതി തന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറയാണ്, ഇവള് ക്യാൻസർ ഇല്ല. ആര് പറഞ്ഞു? ഈശോ. പ്രിയപ്പെട്ട ഈശോ പറഞ്ഞത് സത്യം തന്നെയായിരുന്നു. അത് ക്യാൻസർ കർത്താവ് സുഖപ്പെടുത്തിയായിരുന്നു. ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ട് പറയാൻ നേരമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ പിന്നെ ഡോക്ടറുമായിട്ട് വാഗ്വാദം നടത്തി. നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും CA ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ക്യാൻസർ ഇല്ലെന്ന് കണ്ടെത്താൻ പറ്റി. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി. പിന്നീട് ഇങ്ങോട്ടുള്ള ജീവിതത്തിൽ മക്കളില്ല, കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല. എൻഡോമെട്രിയോസിസ് 2009 വരെ 8 വർഷക്കാലം, അല്ലെങ്കിൽ മോൻ ജനിക്കുന്നവരെ പറയുകയാണെങ്കിൽ 9ാമത്തെ വർഷം വരെ കുഞ്ഞുങ്ങളില്ലാതെ ഞങ്ങൾ ഒരുപാട് അപമാനങ്ങളും വേദനകളും ഒക്കെ സഹിച്ച് മുന്നോട്ട് പോയി. ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്നതുകൊണ്ട് ദൈവകോപം ഉണ്ടായതാണെന്ന് എൻ്റെ പല ബന്ധുക്കളും പറഞ്ഞു. എൻ്റെ ഭാര്യ ഒരുപാട് മാനസികമായിട്ടുള്ള പീഡനം അനുഭവിക്കപ്പെട്ടു. പക്ഷേ കർത്താവിൽ ഞങ്ങൾ വിശ്വാസത്തോടു കൂടി നിന്നു. കുഞ്ഞുങ്ങളുണ്ട്. 6 തവണ IUI ചെയ്തു, 6 തവണയും പരാജയപ്പെട്ടു. കർത്താവ് ആഗ്രഹിക്കുന്ന ചികിത്സകളല്ലേ വിജയിക്കുള്ളൂ. അവസാനം ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങൾ IVF പോലെ നോക്കിയോ, എന്നാലും ചാൻസ് ഒന്നുമില്ല. വെറും 15% നോർമലായിട്ടുള്ളവർക്ക് പോലും ചാൻസ് ഉള്ളൂ. ബിന്ദു ഇത്രയും സർജറിയൊക്കെ കഴിഞ്ഞ ആളായതുകൊണ്ട് ഒരു ട്യൂബ് എടുത്ത് മാറ്റപ്പെട്ടു. അവളുടെ ഓവറി കംപ്ലീറ്റ് ഡെഡാണ്. ഒരു ഓവറി കംപ്ലീറ്റ് നീക്കം ചെയ്യപ്പെട്ടു, മറ്റു ഓവറി 90% പോയതാണ്. അതുകൊണ്ട് ബിന്ദുവിൽ ചാൻസ് വളരെ വളരെ കുറവാണ്. എങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തു. പക്ഷേ കർത്താവ് അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ ചെയ്യുന്നില്ല തീരുമാനിച്ചു. അങ്ങനെ ഡോക്ടറിന്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് ഞാൻ ഒരു സ്വരം കേൾക്കുന്നത്. പണ്ട് ക്യാൻസർ ഇല്ല എന്ന് പറഞ്ഞ സ്വരം ഞാൻ കേട്ടു. നിങ്ങൾക്ക് ഉടനെ ഒരു കുഞ്ഞിനെ ഞാൻ തരും എന്ന ആ സ്വരം ഞാൻ കേട്ടു. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ നന്ദി. ഞാൻ ബിന്ദുവിനോട് പറഞ്ഞു, ബി, നമുക്ക് ഉടനെ ഒരു കുഞ്ഞിനെ കിട്ടും. അപ്പോൾ അവൾ എൻ്റെ മുഖത്തോടൊരു നോട്ടം നോക്കി. കാരണം ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതേ ഉള്ളൂ, ഇനി നിങ്ങൾക്ക് ഒരിക്കലും കുഞ്ഞുങ്ങളുണ്ടായില്ല. നോർമലായിട്ട് കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള ശേഷി ബിന്ദുവിന് ഇല്ലെന്ന് പറഞ്ഞതേ ഉള്ളൂ. IVF ട്രൈ ചെയ്ത് നോക്കിയോ, അതും ചാൻസ് ഒന്നുമില്ല, ട്രൈ ചെയ്തോളാൻ പറഞ്ഞതാണ്. പക്ഷെ ഉടനെയാണ് കർത്താവ് പറയുന്നത് കുഞ്ഞിനെ കിട്ടുമെന്ന്. ഞാനത് അവളോട് പറഞ്ഞപ്പോൾ അവൾ എൻ്റെ മുഖത്തോടൊരു നോട്ടം നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പെണ്ണുങ്ങളുടെ ചില നോട്ടത്തിൻ്റെ അർത്ഥം ആണുങ്ങൾക്ക് ഒരു കാലത്ത് മനസ്സിലാകാറുമില്ല. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഓർക്ക് പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, 2009 ഡിസംബർ 2 കർത്താവ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നു. ഇന്നവന് 16 വയസ്സ് കഴിഞ്ഞു. ഞങ്ങൾക്ക് ഒറ്റ മോനേ ഉള്ളൂ. ഇന്നവന് 16 വയസ്സ് കഴിഞ്ഞു. അതിനുശേഷം അവൻ ജനിച്ചതിന് ശേഷം ഭാര്യയുടെ ഗർഭപാത്രം അടക്കം എല്ലാം എടുത്തു മാറ്റേണ്ടി വന്നു. പിന്നെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെ പിന്നെ കടന്നുപോയി, എല്ലാം എടുത്തു മാറ്റേണ്ടി വന്നു. അവന് 16 വയസ്സ് കഴിഞ്ഞു. നമ്മുടെ പരിയാരം മെഡിക്കൽ കോളേജിലായിരുന്നു അവൻ ജനിച്ചത്. ജനിച്ചപ്പോൾ നല്ല ആരോഗ്യത്തോടു കൂടി അവൻ ജനിച്ചു. അന്ന് 5 കുഞ്ഞുങ്ങൾ ജനിച്ചതിൽ 4 പേർക്കും മഞ്ഞയായിട്ട് ICUവിൽ വെച്ചപ്പോൾ എൻ്റെ മോന് മാത്രം ആരോഗ്യത്തോടെ ഉള്ളതുകൊണ്ട്, നല്ല ആരോഗ്യവാനായതുകൊണ്ട് അവനെ മാത്രം അമ്മയുടെ കൂടെ, എൻ്റെ ഭാര്യ ബിന്ദുവിൻ്റെ കൂടെ കിടക്കാനായിട്ട് അനുവദിച്ചു. 3ാമത്തെ ദിവസം കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവൻ്റെ തലച്ചോറിൽ വലിയൊരു സീഷർ ഉണ്ടായി, ഒരു ഷോക്ക് ഉണ്ടായി. തലച്ചോറിൻ്റെ നല്ലൊരു ഭാഗം നശിച്ചുപോയി. ഇന്നത്തെ അവസ്ഥ ഞാൻ പറയട്ടെ. ഞാനൊരു സഹനത്തിൻ്റെ ക്ലാസ്സായിട്ട് പറയുന്നതല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ അത് ഫീൽ ആവുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ പറയാം. ഇന്ന് എൻ്റെ മകന് കാഴ്ചയില്ല, സംസാരശേഷിയില്ല, എഴുന്നേക്കാനുള്ള ശേഷിയില്ല. ഇന്ന് വരെ പപ്പയെന്നോ അമ്മയെന്നോ അവൻ ഞങ്ങളെ വിളിച്ചിട്ടില്ല. ഇന്ന് വരെ ഈ ലോകത്തെ അവൻ കണ്ടിട്ടില്ല. അങ്ങനെ കിടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ അപ്പനാണ് നിങ്ങളുടെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് ഇപ്പോൾ ഈ 1 മണിക്കൂറോളമായിട്ട് സംസാരിക്കുന്നത്. സ്വർഗമാണ് എല്ലാറ്റിനും വലുതെന്നും സ്വർഗത്തെ സ്വപ്നം കാണണമെന്നും. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിൽ പറ ഹല്ലേലൂയ, യേശുവേ നന്ദി. ഞങ്ങൾക്ക്
ഒരു സങ്കടവുമില്ല, ഒരു സങ്കടവുമില്ല. ഞങ്ങൾ അപ്പനാണ്, അമ്മയാണ്, ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തേക്ക് നോക്കി ഞങ്ങൾ പേടിയോടെ അല്ല ജീവിക്കുന്നത്. ഞങ്ങൾ ഇനി എന്ത് ചെയ്യും എന്നുള്ള പേടി ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ കുഞ്ഞിന് ഇനി എന്ത് ചെയ്യും എന്നുള്ള പേടിയുമില്ല. മറിച്ച് സ്വർഗത്തിലെ ദൈവം, അത്യുന്നതനായ ദൈവം, സകലത്തിന്റെയും സൃഷ്ടാവും ഉടയവനുമായ ദൈവം ഞങ്ങളെ പരിപാലിക്കും, പോറ്റിക്കൊള്ളുമെന്നും അതിനേക്കാൾ അപ്പുറത്തേക്ക്, ഈ ജീവിതത്തിനപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ടെന്നും ആ ജീവിതം കർത്താവിനോടൊത്ത് ജീവിച്ചു തീർക്കാനായിട്ടുള്ള വിശുദ്ധി, ഒരുക്കം ഞങ്ങൾക്ക് തരണേ എന്നും മാത്രമുള്ള പ്രാർത്ഥനയെ ഞങ്ങൾക്കുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതിന് മാത്രമേ ഞങ്ങൾ സ്വപ്നം കാണുന്നുള്ളൂ. സ്വർഗത്തെ പറ്റിയിട്ട് ഞങ്ങൾ സ്വപ്നം കാണുന്നുള്ളൂ. ഞാൻ തുടങ്ങിയിടത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. സ്വപ്നങ്ങൾ ഉണ്ടാകണം, സ്വപ്നങ്ങൾ ചിറക് വിരിച്ച് പറക്കണം. ആ സ്വപ്നങ്ങൾ പക്ഷേ കർത്താവിനോട് ചേർന്നുള്ളതായിരിക്കണം. ലോത്ത് കണ്ട സ്വപ്നവും അബ്രഹാം കണ്ട സ്വപ്നവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ബോധ്യം ഉണ്ടാകണം. ലോത്ത് ഈ ലോകത്തിലുള്ളതിനെ സ്വപ്നം കണ്ടു, ഈ ലോകത്തെ നോക്കി സ്വപ്നം കണ്ടു. അബ്രഹാം കർത്താവിൽ സ്വപ്നം കണ്ടു, കർത്താവിനെ നോക്കി സ്വപ്നം കണ്ടു. നിന്റെ സ്വപ്നങ്ങൾ കർത്താവിനെ നോക്കിക്കൊണ്ടാണെങ്കിൽ നീ ഈ ലോകത്ത് നിന്ന് പോകുമ്പോഴും ദൈവം പറയും നിന്റെ ദൈവം, അബ്രഹാത്തിന്റെ ദൈവം എന്ന് പറയുന്ന അതേപോലെ പറയും നിന്റെ ദൈവം. സ്വപ്നം കാണണം. നീ ഒരു വിശുദ്ധനായി അൾത്താരയിലേക്ക് ഉയർത്തപ്പെടുന്നത് നീ സ്വപ്നം കാണണം. കർത്താവിനോടൊത്ത് സ്വർഗത്തിൽ നിൽക്കുന്നത് നീ സ്വപ്നം കാണണം. മാലാഖമാരുടെ കൂടെ ദൈവത്തെ സ്തുതിക്കുന്നത് നീ സ്വപ്നം കാണണം. അങ്ങനെയുള്ള സ്വപ്നങ്ങൾ നിനക്കുണ്ടാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക. എൻ്റെ ഭാര്യയുടെ പേര് ഞാൻ പറഞ്ഞു ബിന്ദു, മോൻ്റെ പേര് അഭിഷേക്. പ്രാർത്ഥനയിൽ ഓർക്കണം. ഒരുപാട് പ്രയാസങ്ങൾ അവനുണ്ട്, ശാരീരികമായിട്ടൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഈ ദിവസങ്ങളിലൊന്നും അവൻ ഉറങ്ങുന്നില്ല. ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ഒന്ന് ഉറങ്ങിക്കിട്ടിയാൽ നല്ലതായിരുന്നു എന്ന് ഞങ്ങൾ ചിലപ്പോഴെങ്കിലും ചിന്തിക്കും. ഉറങ്ങുന്നില്ല, തീരെ ഉറങ്ങുന്നില്ല. അങ്ങനെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയാണ് അവൻ കടന്നു പോകുന്നത്. അതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റ് എൻ്റെ ഭാര്യയ്ക്കും ഉണ്ടാകുന്നുണ്ട്. കാരണം അവളാണ് ഈ 365 ദിവസവും റൗണ്ട് ദി ക്ലോക്ക് അവൻ്റെ കൂടെ ആയിരിക്കുന്നത്. ഞാനിങ്ങനെ ലോകത്ത് ഇങ്ങനെ ഓടി നടക്കുമ്പോൾ, ജോലിയും ശുശ്രൂഷയൊക്കെ ആയിട്ട് ഓടി നടക്കുമ്പോൾ മുഴുവൻ സമയവും അവളാണുള്ളത്. അവൾക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എങ്കിലും പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് സങ്കടങ്ങളില്ല, ഞങ്ങൾക്ക് പരാതികളില്ല. ഞങ്ങളാകെ പറയണത് സ്വർഗത്തിൽ ഞങ്ങൾക്കൊരു സീറ്റ് വേണം. എന്തായാലും അബിക്കുട്ടൻ സ്വർഗത്തിലേക്ക് ഉറപ്പായിട്ട് പോകും. കാരണം ഒരു കളങ്കമില്ലാത്തൊരു കുഞ്ഞാണ്. ആ ഒരു സ്വർഗത്തിലേക്ക് ഞങ്ങൾക്കും കടന്നു പോകാനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ ഇന്ന് ബസ്സിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഓർക്കായിരുന്നു, ഇന്ന് മദർ ഹോമിൽ വന്നിട്ട് എന്താണ് അവിടുത്തെ മക്കളോട് സംസാരിക്കേണ്ടതെന്ന്. ബസ്സിലിരിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരാനായിട്ട് തുടങ്ങി. പക്ഷെ എനിക്ക് ഇവിടെ വന്ന് എന്ത് സംസാരിക്കണമെന്ന് അപ്പോഴൊരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് ഉറക്കം വരണ്ടെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാനിങ്ങനെ ഓർത്തത്, ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങളെ പറ്റിയിട്ട് സംസാരിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ജീവനോടെ പറയണം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ല, ഉറക്കം പറഞ്ഞേ ഹല്ലേലൂയ. ഒരുമാതിരി ഇങ്ങനെ ചതഞ്ഞെന്നും പറഞ്ഞ് നമ്മളിരിക്കല്ലേ. ദൈവത്തിൻ്റെ മക്കള്, ദൈവം ആരോഗ്യം തന്നിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറയാനൊക്കെ നമുക്ക് ദൈവം ആരോഗ്യം തന്നിട്ടുണ്ട്. ആ ആരോഗ്യത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് പറയണം ഹല്ലേലൂയ. പോരാ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇനി എപ്പോൾ ഹല്ലേലൂയ പറഞ്ഞാലും ജീവനോടെ പറയണം ഹല്ലേലൂയ. ജീവനുള്ളവരാണെങ്കിൽ ജീവനോട് പറയും. അഥവാ ഇനി ഹല്ലേലൂയ എന്ന് ഞാൻ കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ വിചാരിക്കും ഇവിടെ ഉള്ളവര് സമാധിയായി എന്ന് വിചാരിക്കും. ഹല്ലേലൂയ. പോരാ, ഹല്ലേലൂയ. ഇച്ചിരി നമ്മുടെ തൊണ്ടയൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെ. ഹല്ലേലൂയൊക്കെ ഇങ്ങോട്ട് വരുന്നത് കർത്താവിനെയല്ലേ നമ്മൾ സ്തുതിക്കുന്നത്. അതുകൊണ്ട് തൊണ്ടയ്ക്ക് അറിഞ്ഞെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. 2 സ്വപ്നങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുക. 2 പേരുടെ സ്വപ്നങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതരായ 2 പേരാണ്. ഒന്നാമന്റെ പേര് അബ്രഹാം എന്നാണ്, രണ്ടാമന്റെ പേര് ലോത്ത് എന്നാണ്. ഹല്ലേലൂയ. ഈ 2 പേരെയും പരിചയമുണ്ടല്ലേ? അബ്രഹാം, ലോത്ത്, ഈ 2 കഥാപാത്രങ്ങളുടെ സ്വപ്നങ്ങളാണ്. ഈ സ്വപ്നങ്ങൾ രാത്രിയിൽ കണ്ട സ്വപ്നങ്ങളല്ല ഞാൻ പറയുന്നത്.
രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ കണ്ട സ്വപ്നങ്ങളെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്, മറിച്ച് അവരെപ്പോഴും കണ്ടുകൊണ്ടിരുന്ന സ്വപ്നങ്ങളെ പറ്റിയിട്ടാണ്. അബ്രഹാം കണ്ട സ്വപ്നത്തിന്റെ പ്രത്യേകത എന്താണ്? ലോത്ത് കണ്ട സ്വപ്നത്തിന്റെ പ്രത്യേകത എന്താണ്? ഇതാണ് ഞാൻ പറയുക. പ്രിയപ്പെട്ടവരെ, അബ്രഹാമും ലോത്തും ഒരുമിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അവർ ബഥേലിൽ വെച്ച് പിരിയുന്ന ഒരു സമയമുണ്ട്. അവരുടെ ജോലിക്കാര് തമ്മിലുള്ള വഴക്കും ബഹളവും ഒക്കെ അബ്രഹാമിന്റെ ചെവിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അബ്രഹാം നല്ല രീതിയിൽ ജീവിക്കണമെന്നും സ്വരച്ചേർച്ചയോടുകൂടി ജീവിക്കണമെന്നും ഒക്കെ ആഗ്രഹമുള്ള അബ്രഹാം സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തണം എന്നുള്ള ബോധമുള്ള അബ്രഹാം ലോത്തിനെ വിളിച്ചു പറഞ്ഞു, നമുക്ക് ഇപ്പോ പിരിയുന്നതാണ് നല്ലത് എന്ന്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്വരം എഴുതി പറയും, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 8-ാം വാക്യം. അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. ഇതാ ദേശമെല്ലാം നിന്റെ കൺമുമ്പിലുണ്ടല്ലോ, എന്നെ പിരിഞ്ഞു പോവുക. ഇടതുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പോയിക്കൊള്ളാം, വലതുഭാഗമാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം. അബ്രഹാമത്തിന്റെ വാക്കുകൾ നമ്മൾ പലരും വായിച്ച് കേട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള വാക്കുകളാണ്. നിനക്കിഷ്ടമുള്ളത് നീ എടുത്തോളാം. നമ്മൾ ഒരുമിച്ച് ഇത്രയും നാൾ മുന്നോട്ട് പോയി, ഒരുമിച്ചുള്ള ജീവിതത്തിൽ നമ്മൾ ഒരുമിച്ച് സമ്പാദിച്ചു. നിനക്കിഷ്ടമുള്ളത് എടുത്തോളാം. അബ്രഹാമത്തിന്റെ വാക്കാണ്. അപ്പൊ ലോത്ത് ചെയ്തത് എന്താണെന്നറിയോ? അബ്രഹാം അവന്റെ പേരപ്പനാണ്. പേരപ്പൻ പറയുന്നത്, ഇഷ്ടമുള്ളത് എനിക്ക് തന്നേരെ, ഞാൻ അതെടുത്തോളാം എന്നല്ല ലോത്ത് പറഞ്ഞത്. ലോത്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ജോർദാൻ സമതലം കാണുകയാണ്. അടുത്ത വാക്യം ഇങ്ങനെയാണ്, ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. അത് മാത്രമല്ല, അടുത്ത വാക്യം, അത് കർത്താവിന്റെ തോട്ടം പോലെയാണെന്ന് അവൻ മനസ്സിലാക്കി. ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള മണ്ണാണെന്നും അത് കർത്താവിന്റെ തോട്ടം പോലെയാണെന്നും അതുകൊണ്ട് അതെനിക്ക് വേണമെന്നും അവൻ ആഗ്രഹിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞത്. ഉറക്കത്തിൽ കാണുന്ന സ്വപ്നമല്ല, അതിനെപ്പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞത്. നമ്മൾ ജീവനോടിരിക്കുമ്പോൾ, ബോധത്തോടിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നങ്ങളെ പറ്റിയാണ് ഇന്ന് ഈ സമയത്ത് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാനായിട്ട് പോകുന്നത്. അബ്രഹാം കണ്ട സ്വപ്നം എന്തായിരുന്നല്ലോ? അബ്രഹാം കണ്ട സ്വപ്നം ഇവിടെ വെച്ച് ഈ നല്ല നേരത്ത്, ഒരു പ്രശ്നമില്ലാത്ത സമയത്ത്, നല്ല ബന്ധത്തിലായിരിക്കുമ്പോൾ പിരിയാം. ഇഷ്ടമുള്ളത് അവൻ എടുത്തോട്ടെ, ബാക്കി എനിക്ക് മതി. ഇനി എനിക്കുള്ളത് തരാനുള്ളതെല്ലാം ആര് തരും? ബാക്കി പറ, ആര് തരും? ഉറക്കപ്പുറ, ആര് തരും? ദൈവം തരും. ലോത്തിന്റെ ചിന്ത അങ്ങനെയല്ല ഉണ്ടായത്. ജോർദാൻ സമതലം മുഴുവനും ജലപുഷ്ടിയുള്ള നല്ല വളക്കൂറുള്ള മണ്ണാണ്. അവിടെ എനിക്ക് പൊന്നു വിളയിക്കണം, അവിടെ എനിക്ക് നല്ല സമൃദ്ധി ഉണ്ടാക്കണം, അവിടെ ഞാനങ്ങ് തഴച്ചു വളരണം. ഇതാണ് ലോത്തിന്റെ സ്വപ്നമായിരുന്നത്. നമ്മള് ഇതിൽ ഏത് സ്വപ്നത്തിന്റെ കൂടെ ജീവിക്കുന്നവരാണ്? കർത്താവ് തരുന്നത് തന്നോട്ടെ, അത് മാത്രം മതി എനിക്ക്. കർത്താവ് തരുന്നതിൽ ഒരു ചില്ലി കാശ് പോലും എനിക്ക് കൂടുതൽ വേണ്ട. മറിച്ച് കർത്താവ് തരുന്നത് എനിക്ക് അനുഗ്രഹമായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണോ ഞാൻ? അതോ നല്ലത് കാണുമ്പോ പച്ചപ്പ് കാണുമ്പോ അവിടേക്ക് ഇങ്ങനെ മുങ്ങാങ്കുഴിയിട്ട് പോകുന്ന ഒരാത്മാവാണോ ഞാൻ? നമ്മുടെ
ഇന്നത്തെ മലയാളി സമൂഹത്തിന്റെ വലിയ വലിയ പ്രശ്നമായിരിക്കുന്ന ഇതാണ്. അപ്പുറത്തൊക്കെ കുറെ നല്ലത് കാണുന്നുണ്ട്. നമ്മുടെ നാട്ടില് വളരെ വളരെ തുച്ഛമായിട്ടുള്ള ചില വരുമാനങ്ങൾ കിട്ടുന്ന ജോലിയാണെങ്കിൽ പോലും പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് വന്നതാ, നമ്മൾ അപ്പുറത്ത് കാനഡയില്, അമേരിക്കയില്, സ്വിറ്റ്സർലൻഡില്, UK ഒക്കെ നല്ല പച്ചത്തുരുത്തുകൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോ നമ്മൾ എന്ത് ചെയ്യും? എന്റെ നാട് വേണ്ട, പോവാ. ഹല്ലേലൂയ. ഞാൻ തെറ്റല്ല കേട്ടോ പറയുന്നത്, ഞാൻ തെറ്റല്ല പറയുന്നത്. നിങ്ങൾ പൊക്കോ, പോകണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഒരു പ്രത്യേകതയാ. അബ്രഹാം പറഞ്ഞത് അങ്ങനെയല്ല. അബ്രഹാം പറഞ്ഞത് എന്റെ ദൈവം എനിക്ക് എന്ത് തന്നാലും അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ച്, അത് കഴിഞ്ഞിട്ട് ഇവർ തമ്മിൽ കഴിഞ്ഞ ഉടനെ സംഭവിച്ചത് ബൈബിള് പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇവർ തമ്മിൽ പിരിഞ്ഞ ഉടനെ തന്നെ വചനം പറയാണ്, 19-ാമത്തെ വചനം, അബ്രഹാം തന്റെ കൂടാരം മാറ്റി ഹെബ്രോണിലുള്ള മാമ്രയുടെ ഓക്കുമരങ്ങൾക്ക് സമീപം താമസമാക്കി അവിടെ അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. ബലിയർപ്പിക്കാനായി അവൻ ആഗ്രഹിച്ച് ഒരു ബലിപീഠം നിർമ്മിച്ചു. നമുക്ക് ബലി താല്പര്യമുള്ള കാര്യമൊന്നുമല്ല. ഹല്ലേലൂയ. പറ്റിയാൽ ഒരു പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാം. ഞായറാഴ്ച കടമുള്ളത് കൊണ്ടൊന്ന് പങ്കെടുത്തേക്കാം. കടമുള്ളതുകൊണ്ടേ, കടവില്ലെങ്കിൽ അതും വേണ്ടായിരുന്നേ. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ ലോത്ത് പോയിടത്ത് ബലിപീഠവും പണിതിട്ടില്ല, ഒന്നും പണിതിട്ടില്ല. ബൈബിളിൽ അങ്ങനെ പറയുന്നത്. ഇനി പണിതിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട അച്ഛൻ എന്നെ പരിചയപ്പെടുത്തി കയറുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞാൻ ആ മേഖലയിലധികം പറയാത്ത ആളാണെങ്കിലും ഞാൻ പെട്ടെന്ന് ആത്മാവ് പ്രേരിപ്പിക്കുന്നതുകൊണ്ട് പറയാം. ഒരുപാട് കോഴ്സുകളൊക്കെ കഴിഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ. പുറത്തോട്ടൊക്കെ പോകാനായിട്ടൊക്കെ ഒരുപാട് ചാൻസുകളൊക്കെ ഉണ്ടായിരുന്ന, നല്ല ശമ്പളത്തിൽ ഞാൻ ഓർക്കുകയാണ്, ഒരു 10 വർഷം മുമ്പ്, 10-12 വർഷം മുമ്പൊക്കെ 2 ലക്ഷം, 1.25 ലക്ഷം രൂപ, 2 ലക്ഷം രൂപയുടെയൊക്കെ വിസയൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. 5 വർഷം ലീവ് എടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ശമ്പളത്തോടു കൂടി നല്ല വീടൊക്കെ പണിത് നല്ല സെറ്റിലാകാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, ഒരു 5 കൊല്ലം പുറത്തൊക്കെ പോയി വന്ന് കഴിഞ്ഞ് നല്ല ഫുൾ സെറ്റിലായി കഴിഞ്ഞ് മുഴുവൻ സമയം ശുശ്രൂഷയ്ക്കായിട്ട് അങ്ങ് ഇറങ്ങാം എന്നൊക്കെ വിചാരിച്ചു. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ പോയി ഇരുന്ന് ആലോചന ചോദിച്ചു. കണ്ണൂർ ഇടവകയാണ് എൻ്റെത്. അവിടെ MSMI കോൺഗ്രിഗേഷൻ്റെ പ്രൊവിൻഷ്യൽ ഹൗസിൽ എല്ലാ ദിവസവും ഉച്ചവരെ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് ആരാധനയുണ്ട്. ഞാൻ അവിടെ പോയിരിക്കും. എനിക്ക് ഫ്രീ സമയം കിട്ടുമ്പോൾ ഞാൻ അവിടെ പോയിരിക്കും. അപ്പോൾ ഇങ്ങനെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശരി 12-12:45 കരുണക്കൊന്ത തുടങ്ങും. അപ്പം അതിന് തൊട്ട് മുമ്പായിട്ട് ഞാനിങ്ങനെ സ്വരം കേൾക്കുകയാണ്, നീ എന്നെ വിട്ട് പോവുകയാണല്ലേ. അപ്പോൾ ഞാൻ ഭാര്യയോടൊക്കെ ചോദിച്ച് അനുവാദമൊക്കെ മേടിച്ച് ഞാനിങ്ങനെ പോയാൽ നിനക്കൊന്നും കുഴപ്പമുണ്ടോ? ഇല്ല ചേട്ടായിക്ക് എന്താ തോന്നുന്നത്, നല്ലതാണെന്ന് തോന്നുന്നു ചേട്ടായി ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അനുവാദമൊക്കെ തന്ന് ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ എന്തായാലും കർത്താവിനോടൊന്ന് പറഞ്ഞ് ആലോചന ചോദിക്കാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പോയി ഇരിക്കുമ്പോൾ സമയത്ത് ഞാനിങ്ങനെ ഇതൊക്കെ പറഞ്ഞ് നിയോഗമൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ കർത്താവിൻ്റെ സ്വരമൊന്നും കേട്ടില്ല. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 1-2 മണിക്കൂർ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കരുണക്കൊന്തയ്ക്ക് വേണ്ടി സിസ്റ്റേഴ്സൊക്കെ വരുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട്, കരുണക്കൊന്ത കഴിഞ്ഞാൽ സക്രാരി അടയ്ക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനൊരു സ്വരം കേൾക്കുന്നത്, നീ എന്നെ വിട്ട് പോവുകയാണല്ലേ. ഞാൻ വിചാരിച്ചു ഇപ്പം സക്രാരി അടയ്ക്കും, അപ്പം ഞാൻ പിന്നെ അത് കഴിയുമ്പോൾ ഞാൻ പോരും. അതുകൊണ്ട് അങ്ങനെ ഒരു സ്വരം ഈശോയുടെ അടുത്ത് കേട്ടതായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു, ഈശോ ഇപ്പം സക്രാരി അടയ്ക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ പോവാണ്. അപ്പോൾ വീണ്ടും ആ സ്വരം കേട്ടു, നീ എന്നെ വിട്ട് പോവുകയാണല്ലേ. അപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞു, ഈശോയെ ഇപ്പം സക്രാരി അടയ്ക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ പോവാണ്. വീണ്ടും ആ സ്വരം കേട്ടു, നീ എന്നെ വിട്ട് പോവുക അല്ലേ. അപ്പം എനിക്ക് തോന്നി ഇത് എന്തോ ഒരു വ്യത്യാസമുണ്ട്. ഞാൻ പറയുന്ന ഉത്തരം അങ്ങ് ഈശോയ്ക്ക് ബോധിക്കുന്നില്ല, എന്താണാവോ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ കരുണക്കൊന്ത അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, കരുണക്കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ വിദേശയാത്രയെ പറ്റിയിട്ട് എന്നെ ഓർമ്മിപ്പിച്ചു തന്നു.
നീ വിദേശത്തേക്ക് പോകുന്നത് കർത്താവിൻ്റെ ഇഷ്ടമാണോ എന്ന് എന്നോടൊന്ന് ഓർമ്മിപ്പിച്ചു തന്നു. അപ്പൊ ഞാൻ ഇഷ്ടമല്ലേ? അപ്പൊ വീണ്ടും ഞാൻ ആ സ്വരം കേൾക്കുകയാണ്, നീ എന്നെ വിട്ട് പോവുകയാണല്ലേ. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർമ്മയിലേക്ക് വന്നത്. പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചു തന്നൊരു കാര്യം, എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുത്ത് ഈശോയെ സ്വീകരിക്കുന്ന ഒരു മകനാണ് ഞാൻ. ഈ പോലീസിലാണെങ്കിലും വല്ലപ്പോഴും ഒക്കെ ഒന്ന് മുടങ്ങി പോകാറേ ഉള്ളൂ, വല്ലപ്പോഴും ഒക്കെ. അല്ലെങ്കിൽ എല്ലാ ദിവസവും തന്നെ പരിശുദ്ധ കുർബാനയ്ക്ക് പോകും. രാവിലെ കൂടാൻ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരം, ഇനി രാവിലെയും വൈകുന്നേരം കൂടാൻ പറ്റിയിട്ടില്ലെങ്കിൽ ദൈവകൃപയാൽ പരിചയമുള്ള അച്ഛന്മാരൊക്കെ ഉള്ളതുകൊണ്ട് അവരോടൊക്കെ ചോദിച്ച് രാത്രിയാണെങ്കിലും ഒരു പരിശുദ്ധ കുർബാന അവരെനിക്ക് വേണ്ടിയൊക്കെ ചൊല്ലിത്തരും. അപ്പം അങ്ങനെ പരിശുദ്ധ കുർബാനയെ പറ്റിയിട്ട് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരാളാണ് ദൈവമാണ് എനിക്ക് ആ ഒരു കൃപ തന്നത്, പരിശുദ്ധ കുർബാനയോടുള്ള ദാഹം തന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ഈശോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടത് ഇങ്ങനെയാണ്, ഞാൻ ഈ കേരളം വിട്ട് പോയാൽ, ഈ നാട് വിട്ട് പോയാൽ വലിയ ശമ്പളം, ഞാൻ പറഞ്ഞില്ലേ 10-12 വർഷം 13 വർഷം മുമ്പ് 2 ലക്ഷം രൂപ, 1.25 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ ശമ്പളത്തിന്റെ ജോലിക്ക് വേണ്ടി അന്ന് പോയാൽ, അന്ന് എനിക്ക് സർക്കാർ സർവീസിൽ കിട്ടുന്നതിന്റെ എത്രയോ മടങ്ങ് എനിക്ക് കിട്ടുമായിരുന്നു. പോയാൽ എനിക്ക് നഷ്ടമാകുമായിരുന്നത് പരിശുദ്ധ കുർബാനയാണ്. ഈശോയെ എനിക്ക് കിട്ടില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഈശോയെ എനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള ചിന്ത എൻ്റെ മുമ്പിലേക്ക് വന്നു. അതുകൊണ്ടാണ് കർത്താവ് നീ എന്നെ വിട്ട് പോവാണല്ലേ എന്നുള്ള ചോദ്യം ആദ്യം എനിക്ക് മനസ്സിലായില്ല, പിന്നീട് എനിക്ക് മനസ്സിലായത്. പ്രിയപ്പെട്ടവരെ, അന്ന് ആ കോൺവെന്റില് ഈശോയുടെ മുമ്പിൽ ആ സക്രാരി അടയ്ക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, ഈശോയെ, ഇല്ല കർത്താവേ, നിന്നെ വിട്ട് ഞാൻ പോവില്ല. പരിശുദ്ധ കുർബാന ഉപേക്ഷിച്ചിട്ട് എനിക്ക് ലോകത്തിന്റെ ഏത് കോണിൽ പോയി എത്ര സമ്പാദിച്ചിട്ടും ആ കാര്യമില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ വിട്ട് പോവില്ല കർത്താവേ. അന്ന് കർത്താവിന് കൊടുത്ത വാക്കായത്. സ്വരൂപത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, പോരാ അല്പം കൂടി ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ജീവനുള്ളവർ പറഞ്ഞ ഹല്ലേലൂയ, ജീവനോടെ പറഞ്ഞ ഹല്ലേലൂയ, മരിച്ചുപോയവർ പറഞ്ഞ ഹല്ലേലൂയ. ഉണ്ടാവും, അതും ഉണ്ടാവും. കുറച്ച് ബോധത്തോടെ ഇരിക്കണം കേട്ടോ, നമ്മൾ എവിടെ ഇരിക്കുന്നത് എന്നുള്ള കുറച്ച് ബോധമൊക്കെ ഉണ്ടാകണം. സ്വരത്തിൽ പറയാം ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. പിന്നെ എന്റെ സ്വപ്നം ഞാൻ മാറ്റിയിട്ട് പറഞ്ഞു, കർത്താവേ, പരിശുദ്ധ കുർബാനയോടൊത്തുള്ള ജീവിതമാണ് എന്റെ സ്വപ്നം. ഞാൻ കർത്താവിനോട് പറഞ്ഞു, പരിശുദ്ധ കുർബാനയോടൊത്തുള്ള ജീവിതമാണ് എന്റെ സ്വപ്നം. അതിനേക്കാൾ അപ്പുറത്തേക്കൊരു സ്വപ്നമില്ല. എന്റെ കർത്താവിനോടൊത്ത് ജീവിക്കാത്ത ഒരു സ്വപ്നവും അത് പരിശുദ്ധമായ സ്വപ്നങ്ങളല്ല. ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ശുശ്രൂഷകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ക്യാമറയൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ വിശദമായിട്ടൊന്നും അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം മാത്രം ഉറപ്പുണ്ട്, ഞാൻ സ്വീകരിക്കുന്ന എന്റെ കർത്താവ്, ഞാൻ നാവിൽ അലിയിച്ച് എന്റെ ശരീരത്തെ സക്രാരിയാക്കി മാറ്റുമ്പോ എന്നിൽ പ്രവർത്തിക്കുന്ന എന്റെ കർത്താവ്, ആ കർത്താവ് ഞാൻ കണ്ട സ്വപ്നത്തെക്കാൾ കൂടുതൽ എന്നെ പറ്റി സ്വപ്നങ്ങൾ ഉള്ളവനാണ്. ഹല്ലേലൂയ. ആ കർത്താവിന് ഞാൻ എന്നെ പറ്റി കണ്ട സ്വപ്നങ്ങളെക്കാൾ കൂടുതൽ സ്വപ്നങ്ങൾ ഉള്ളവനാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലോത്ത് പക്ഷെ സ്വപ്നം കണ്ടത് അങ്ങനെയല്ല. ലോത്ത് കണ്ട സ്വപ്നം, അവൻ ബോധത്തോടെ കണ്ട സ്വപ്നം, ജോർദാൻ സമതലം ഫലപുഷ്ടിയുള്ളതാണ്, ജലപുഷ്ടിയുള്ളതാണ്, അത് കർത്താവിന്റെ തോട്ടം പോലെയാണ്. അവിടെ ഞാൻ പോയി അവിടെ നിന്ന് ഞാൻ വലിയ സമ്പത്തിന്റെ ഉടമയായി തീരുമെന്നാണ്. പുറത്തുള്ളത് സമ്പത്തിന്റെ സ്ഥലമാണ്, അതെനിക്ക് സ്വന്തമാക്കി വേണം. എന്റെ പ്രിയപ്പെട്ട സഹോദര, കർത്താവിൽ സ്വപ്നം കാണാനും കർത്താവിൽ ആശ്രയിക്കാനും കർത്താവിന്റെ കൂടെ ജീവിച്ച്
കർത്താവിൻ്റെ കൂടെ ഭൂമിയിലാണെങ്കിലും കർത്താവിൻ്റെ കൂടെ ജീവിച്ച് അവസാനം കർത്താവിലേക്ക് ചേരാനും അതിനാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും ഈ ജീവൻ ഇങ്ങനെ കൊണ്ടുപോകുന്നതും. സ്വരൂപത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ലോത്ത് നന്നായിട്ട് സമൃദ്ധനായി മാറി കേട്ടോ. ഭയങ്കര സമൃദ്ധി, ആ നാട്ടിൽ മുഴുവൻ സമൃദ്ധി ഉണ്ടായി. സൊദോം ഗൊമോറ സമൃദ്ധിയാൽ ഇങ്ങനെ തുടിച്ചു നിന്നു. കാശിന്റെ പൊളപ്പ് അവിടുത്തെ ജനങ്ങളുടെ എല്ലിൽ കുത്തിക്കേറി. കാശിന്റെ പൊളപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെന്താന്നറിയോ, പിന്നെ അവരുടെ ജീവിതം വേറെ സ്ഥലത്തിലാണ്. ആരെയും അവർ വകവയ്ക്കില്ല. പാപത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും കടന്നു പോകും. അങ്ങനെ ആ നാട് എല്ലാ വികസിത രാജ്യങ്ങളെയും പോലെ, എല്ലാ വികസിത നഗരങ്ങളെയും പോലെ മ്ലേച്ഛതയുടെ തോന്നിവാസത്തിന്റെ അഴുക്കിന്റെ നാടായി തീർന്നു. കാശിന്റെ പൊളപ്പേ. നമുക്കറിയാം കാശിന്റെ പൊളപ്പ് എവിടെയുണ്ടോ അവിടെയെല്ലാം അഴുക്ക് കയറി വരുന്നുണ്ട്, വൃത്തികേട് കയറി വരുന്നുണ്ട്, പാപം കയറി വരുന്നുണ്ട്, ജഡികത കയറി വരുന്നുണ്ട്. അങ്ങനെ സൊദോം ഗൊമോറയിലേക്ക് പാപം കയറി വന്നു. അവിടുത്തെ ജനങ്ങളെ പറ്റിയിട്ട് പറയുന്നത് സ്വവർഗഭോഗത്തിന്റെ വലിയ അടിമകൾ നാണമില്ലാത്തവരായിരുന്നു. കാരണം ലോത്തിന്റെ ഭവനത്തിലേക്ക് കയറി വന്ന ദൈവപുരുഷന്മാരെ പ്രാപിക്കാനായി അവര് ആ നഗരം മുഴുവനുമുള്ള യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെയുള്ള എല്ലാ ജനവും വന്നു എന്നാ പറയുന്നത്. അവർ പച്ചയായിട്ട് പറഞ്ഞു, ലോത്തെ വിട്ടുതാ, അവരെ ഇങ്ങ് വിട്ടുതാ. എന്തിന്? ഞങ്ങൾക്ക് അവരുമായിട്ട് പാപം ചെയ്യാൻ വേണ്ടി അവരെ ഇങ്ങ് വിട്ടുതാ. ഓപ്പണായിട്ട് പറഞ്ഞു, നാണമില്ലാതെ പറഞ്ഞു. കാശിന്റെ പൊളപ്പുണ്ട്. എന്തു ചെയ്യാന്നേ, എന്ത് തോന്നിവാസം ചെയ്യാന്നേ. ആരാ ചോദിക്കാനുള്ളത്? പ്രിയപ്പെട്ടവരെ, ലോത്ത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ധനികനായ ഒരു മനുഷ്യനായിരുന്നു. ഫലഭൂയിഷ്ടിയുള്ള ദൈവത്തിന്റെ തോട്ടം പോലെയുള്ള ആ നാട്ടില് റിച്ചായിട്ടുള്ള മനുഷ്യനായി മാറി. കണ്ടവർ പറഞ്ഞു, എത്ര അനുഗ്രഹിക്കപ്പെട്ടു, രക്ഷപ്പെട്ടു, ആ കുടുംബം രക്ഷപ്പെട്ടു. എന്താ രക്ഷപ്പെട്ടെ? ആ കുടുംബത്തെ ആ ചേട്ടനെ അറിയാമല്ലോ. പിന്നെ ഭയങ്കരമല്ലേ, സംഭവമല്ലേ, രക്ഷപ്പെട്ടെന്നേ. എല്ലാവരും രക്ഷപ്പെട്ടെന്നേ. നമ്മൾ പലരെ പറ്റി പറയാം, എല്ലാവരും രക്ഷപ്പെട്ടെന്നേ. ഒരിക്കലും അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ച സന്തോഷമല്ലേ ചോദിച്ചു. അപ്പച്ചൻ പറഞ്ഞു, മനെ സന്തോഷത്തിന് തന്നെ മനെ ഒരു കുറവ്. എന്നാ പരിചയമുള്ള അപ്പച്ചന, സന്തോഷത്തിന് തന്നെ മനെ ഒരു കുറവ്. എന്നാ അപ്പച്ചൻ അങ്ങനെ പറയാൻ കാരണം, ഈ മലയോര മേഖലയിൽ ഒരു അപ്പച്ചന, സ്ഥലമൊന്നും പറയുന്നില്ല, എൻ്റെ മൂത്ത മോന് അവൻ നാട്ടില് തോട്ടവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവൻ നല്ല അടിപൊളിയായിട്ട്. രണ്ടാമത്തെ മോള് അവള് സ്വിറ്റ്സർലൻഡില്, മൂന്നാമത്തോള് അവള് UK-ല്, നാലാമത്തോള് അവള് കാനഡയില്, അഞ്ചാമത്തെ മോന് അവനിവിടെ വലിയൊരു ഉദ്യോഗം ചെയ്തുകൊണ്ട് നിന്ന്. പിന്നെ സന്തോഷത്തിന് എന്നാ മനെ ഒരു കുറവ്? സന്തോഷം, അനുഗ്രഹം എന്നൊക്കെ വാക്ക് നമ്മൾ മനസ്സിലാക്കി ഇങ്ങനെയൊക്കെയാ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പോയി തീരാൻ അധിക സമയം വേണ്ടെന്ന് ലോത്തിന്റെ ജീവിതം പഠിപ്പിക്കുക. ആ നഗരം നശിച്ചു പോകുമ്പോ, ആ നഗരം അഗ്നിയും ഗന്ധകവും കത്തിത്തീരുമ്പോ ലോത്തിന്റെ എല്ലാം പോയി, എല്ലാം കത്തിച്ചാമ്പലായി പോയി. ഒന്നും അവൻ എടുത്തോണ്ട് പോകാൻ പറ്റിയില്ല. കർത്താവിന്റെ ദൂതന്മാർ പറഞ്ഞു, ലോത്തെ ദേ അങ്ങോട്ടേക്ക്, ആ മലയിലേക്ക് ഓടിക്കേറിക്കോളാം, രക്ഷോട്ടോളാം, അങ്ങോട്ടേക്ക് ഓടിക്കേറിക്കുക. പ്രിയപ്പെട്ടവരെ, ലോത്തിന് ഒന്നും എടുക്കാൻ പറ്റാതെ ഓടി ആ മലയിലേക്ക് കയറി എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുകയാണ്. അബ്രഹാം, ലോത്ത് ഉപേക്ഷിച്ച നാടാ അബ്രഹാത്തിന് കിട്ടിയേ.
ലോത്ത് എന്നോട് അബ്രഹാം പറഞ്ഞതാ, നീ ഇടത്തോട്ട് പോവാണെങ്കിൽ ഞാൻ വലത്തോട്ട് പോക്കോളാം, നിനക്ക് ഇഷ്ടമുള്ള നീ എടുത്തോന്നാ പറഞ്ഞതാ. അപ്പൊ നല്ലത് ലോത്ത് എടുത്തു. അത് സൊദോം ഗൊമോറയായി പരിണമിച്ചു. ലോത്തിന്റെ കണ്ണില് ഒരു സമൃദ്ധിയും ഇല്ലാത്ത നാട്ടിലേക്കാണ് ആര് പാർക്കാനായിട്ട് പോയത്? അബ്രഹാം പോയത്. പക്ഷെ അവൻ അവിടെ ആദ്യം ചെന്നിട്ട് എന്ത് ചെയ്തു എന്നറിയോ? അവൻ അവിടെ ഒരു ബലിപീഠം പണിത്. ഒരു ബലിപീഠം പറഞ്ഞത് കർത്താവിന് ബലിയർപ്പിച്ച് കർത്താവിനോട് ചേർന്ന് അങ്ങ് ജീവിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. 4000-5000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും നമ്മൾ പറയുന്നു നമ്മുടെ ദൈവം അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ. ആരുടെ ദൈവമാണ്? അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. ലോത്തിന്റെ ദൈവമെന്നല്ല അവൻ അറിയപ്പെടുന്നത്. അവൻ അറിയപ്പെടുന്നത് അബ്രഹാത്തിന്റെ ദൈവമെന്ന. ലോത്തിന്റെ ദൈവമെന്നല്ല അവൻ അറിയപ്പെടുന്നത്. എഴുതി വെച്ചോ, നിന്റെ ഹൃദയത്തിൽ എഴുതി വെച്ചോ. അവൻ അറിയപ്പെടുന്നത് സ്വർഗസ്ഥനായ ദൈവം, അത്യുന്നതനായ ദൈവം, പരിശുദ്ധനായ ദൈവം. അറിയപ്പെടുന്നത് ലോത്തിന്റെ ദൈവമെന്നല്ല, അബ്രഹാത്തിന്റെ ദൈവമെന്ന്. അവനിൽ ആശ്രയിച്ച അബ്രഹാത്തിന്റെ ദൈവമെന്ന. നിന്റെ ദൈവമെന്ന് അവൻ അറിയപ്പെടുവോ? ദൈവം സ്റ്റീഫന്റെ ദൈവമെന്ന് അറിയപ്പെടുവോ? അതോ ലോത്തിനെ പോലെ നീയും വിസ്മൃതിയിൽ ആണ്ടുപോകുമോ? വിസ്മൃതിയിൽ ആണ്ടുപോയിട്ടില്ല. കാരണം അവനൊരു പാഠപുസ്തകമായി നമ്മുടെ മുമ്പിലുണ്ട്. അവനെ പോലെ ആകരുത് എന്നൊരു പാഠപുസ്തകമായിട്ട് ലോത്തും നമ്മുടെ മുമ്പിലുണ്ട്. അവനൊരു പാഠപുസ്തകമായിരുന്നോ നമുക്ക്? അതോ ഇപ്പോഴും ഈ ലോത്തുകൾ, ഈ ലോത്തുമാർ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്? ഹല്ലേലൂയ. പോരാ, ഹല്ലേലൂയ. പോരാ, ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. കൊള്ളുന്നുണ്ടല്ലേ? ചങ്കി കൊള്ളുന്നുണ്ടല്ലേ? കൊള്ളണോന്നേ, അതിനുവേണ്ടി പറഞ്ഞതാ. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. വലത് കര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. കരങ്ങളൊന്ന് വീശി പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഈ യാത്രയിൽ അബ്രഹാത്തിനും ഇടയ്ക്ക് ഒന്ന് വഴി തെറ്റിപ്പോയായിരുന്നു. ഇടയ്ക്ക് അബ്രഹാത്തിനൊന്ന് വഴി തെറ്റിപ്പോയി. അബ്രഹാത്തിനോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടലിലെ മണൽത്തരി പോലെ നിനക്ക് ഞാൻ മക്കളെ തരുന്നു. കാത്തിരുന്ന് അവസാനം ഇസ്ഹാക്ക് ജനിച്ചു കഴിഞ്ഞപ്പോ കുഞ്ഞല്ലേ, അവനെ വളർത്തണ്ടേ? കർത്താവ് തന്ന കുഞ്ഞല്ലേ, നന്നായി വളർത്തണ്ടേ? അങ്ങനെ നന്നായി വളർത്താൻ തുടങ്ങി. താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന രീതിയിൽ അബ്രഹാം ഇസ്ഹാക്കിനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ കടയിലേക്കൊക്കെ പോകുമ്പോ ആൾക്കാർ ചോദിക്കും, അബ്രഹാം ഇങ്ങനെ കൊച്ചെങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു? ഓ, നന്നായിട്ടിരിക്കുന്നു. ഇസ്ഹാക്ക് നന്നായിരിക്കുന്നു. നല്ല കാര്യം, നല്ല കാര്യം. ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങനെ വയസ്സ് 2-3 ഒക്കെ കഴിഞ്ഞു. അപ്പോഴുണ്ട് കൊച്ചിനെ LKG വിടണം. ഹല്ലേലൂയ. കൊച്ചിനെ LKG വിടണം. അപ്പൊ ആൾക്കാർ ചോദിച്ചു, അബ്രഹാം ഏത് സ്കൂളിലാണ് വിടുന്നേ? അപ്പൊ അബ്രഹാം പറഞ്ഞു, സർക്കാർ സ്കൂളിൽ വിടാൻ നല്ലതല്ലേ കേരളം. നമ്മുടെ നാട്ടില് സർക്കാർ സ്കൂളൊക്കെ ഇപ്പൊ നല്ല നിലവാരത്തിലൊക്കെ എത്തിയല്ലോ. സർക്കാർ സ്കൂളിൽ വിടാം. 25 വർഷം കാത്തിരുന്ന് കിട്ടിയ കൊച്ചിന് നീ സർക്കാർ സ്കൂളിൽ വിടാൻ നാണക്കേട്. നല്ല CBSE സ്കൂളിൽ നല്ല ഡൊണേഷൻ കൊടുത്ത് വേണം ചേർക്കാൻ. അപ്പോ ശരിയാണല്ലോ, ഈ ഇത്രയും അനുഗ്രഹീതമായ കുഞ്ഞിന് ഇങ്ങനെ ഒരു സർക്കാർ സ്കൂളിലേക്ക് വിട്ടിരുന്നത് മോശമല്ലേ? അപ്പോ അബ്രഹാം അവനെ നല്ല CBSE സ്കൂളിൽ ചേർത്തു. പിന്നെ ഇവന്റെ പഠിത്തം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. എവിടെ ചെന്നാലും ഇവൻ ഒന്നാം റാങ്ക്. ഇസ്ഹാക്കിന് 1ാം റാങ്ക. അപ്പൊ എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും അവന് ഫസ്റ്റാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോ ആൾക്കാരൊക്കെ ഇങ്ങനെ അബ്രഹാത്തിനോട് പറയണേ, ഇസ്ഹാക്ക് സൂപ്പറാണല്ലോ, മോൻ സൂപ്പറാണല്ലോ. അപ്പൊ അവൻ സൂപ്പറാ. അങ്ങനെ ഇരുന്ന് എന്ത് സംഭവിച്ചെന്നറിയോ? അബ്രഹാം മറന്നുപോയി. ആരെ? കർത്താവിനെ മറന്നുപോയി. അബ്രഹാം കർത്താവിനെ മറന്നുപോയി. കാരണം ഈ ഇസ്ഹാക്കിനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരികയാണ്.
എങ്ങനെ? അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തു, അവനെല്ലാം നമ്പർ 1 ആണ്. നമ്പർ 1 ആയതുകൊണ്ട് തന്നെ അവന് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്തു. ഇപ്പൊ പഴയ പോലെ എല്ലാ ദിവസവും ഒന്നും കുർബാനയ്ക്കൊന്നും പോകാനൊന്നും പറ്റിയല്ല. കാരണം CBSE സ്കൂളിലെ ഫീസ് അടക്കണം, എല്ലാ ദിവസവും റബ്ബർ വെട്ടണമെന്നേ. എല്ലാ ദിവസവും റബ്ബർ വെട്ടണം. ഈ ഒന്നരാളം വെട്ടിയാൽ പോലും പറ്റിയ എല്ലാ ദിവസവും റബ്ബർ വെട്ടണം. പിന്നെ അവൻ വളർന്നു വന്നു കഴിയുമ്പോഴത്തേനും എന്തൊക്കെ ചെയ്യണം, മെഡിസിന് വിടണം, അവിടെ വിടണം, ഇവിടെ വിടണം, ട്യൂഷന് വിടണം, എന്തെല്ലാം കാര്യങ്ങൾ. പൈസ വേണം. അതുകൊണ്ട് ഇപ്പം ഞായറാഴ്ച പോലും റബ്ബർ വെട്ടിയാലേ ശരിയാവുള്ളൂ. ഹല്ലേലൂയ. ഞായറാഴ്ച പോലും റബ്ബർ വെട്ടിയാലേ ശരിയാവുള്ളൂ. ധ്യാനത്തിന് എന്റെ ദൈവമേ, ധ്യാനത്തിന് പോകാനോ 4 ദിവസം 5 ദിവസം ധ്യാനത്തിന് വേണ്ടി മാറി നിൽക്കാനോ പറ്റിയല്ല. അബ്രഹാം ധ്യാനത്തിന് പോക്ക് നിർത്തി. അതിനു മുമ്പ് ധ്യാനവും പരിപാടിയും പ്രാർത്ഥനയും ബലിയും കുർബാനയൊക്കെ ആയിട്ട് നടന്നിരുന്ന ആളാ. ഹല്ലേലൂയ. ഞാൻ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ അബ്രഹാം ആരാന്ന് മനസ്സിലാകുന്നുണ്ടോ? ആരാ? ഞാൻ പഴയ അബ്രഹാത്തിനെ പറ്റിയിട്ടല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. സ്വരത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. അങ്ങനെ ധ്യാനവും പ്രാർത്ഥനയും ഒക്കെ തീർന്നു. ഇപ്പൊ എങ്ങനെയെങ്കിലും മഴക്കാലത്ത് പറയാം, അയ്യോ ഇപ്പൊ വെട്ടൊന്നുമില്ല, വരുമാനമില്ല, ധ്യാനത്തിനൊന്നും പോയിക്കാൻ ഇല്ലെന്നേ, ഒന്നുമില്ല, പോകാനൊന്നും പറ്റിയ. ഇനി മഴ മാറി വെയിൽ വന്നു കഴിയുമ്പോൾ ഇപ്പോഴല്ലേ 10 വെട്ട് വെട്ടാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഇപ്പൊ ധ്യാനത്തിന് പോകാൻ പറ്റത്തില്ല. പിന്നെ അവസാനം ഗതി മുട്ടിക്കഴിയുമ്പോൾ, ചില കാര്യങ്ങളിൽ തടസ്സം വന്നു കഴിയുമ്പോൾ, ബന്ധനം വന്നു കഴിയുമ്പോൾ ഓടി വരും. അച്ഛാ, ബ്രദറെ, പ്രാർത്ഥിക്കണേ, ഒന്ന് പറയണേ, എന്താ സംഭവം? അപ്പോൾ അതുവരെ നമ്മൾ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. അബ്രഹത്തിന് ഇടയ്ക്ക് പെശക പറ്റി ഞാൻ പറഞ്ഞില്ലേ? അങ്ങനെ പെശക പറ്റിയപ്പോ കർത്താവ് പറഞ്ഞു, മോനെ അബ്രഹാം, വാ. എങ്ങോട്ട്? മോറിയ മലയിലേക്ക് വാ. അവിടെ എന്തിന്? ഞാൻ നിനക്ക് തന്ന ഒരു കൊച്ചുണ്ടല്ലോ, ആ ഇസ്ഹാക്ക്, നീ തന്നതല്ലേ? ഞാൻ ഇടയ്ക്കങ്ങ് മറന്നുപോയി കർത്താവേ. ആ കൊച്ചിനെ ആ മോറിയ മലയിൽ കൊണ്ടുവന്ന് ഒരു ബലിപീഠം ഉണ്ടാക്കി അവിടെ അങ്ങ് സംസ്കരിച്ചേരെ, അവിടെ ബലിയർപ്പിച്ചേരെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്രഹാം ഇസ്ഹാക്കിനെ ബലിയർപ്പിച്ചോ ഇല്ലയോ? ബലിയർപ്പിച്ചു എന്ന് പറയുന്നവർ കീർത്താവോ? അബ്രഹാം ഇസ്ഹാക്കിനെ ബലിയർപ്പിച്ചോ ഇല്ലയോ? കേട്ടില്ല. ബലിയർപ്പിച്ചു എന്ന് പറയുന്നവർ മാത്രം ഒന്ന് കീർത്തിക്ക്. വേഗം 5-6 പേരേ ഉള്ളൂ. അബ്രഹാം ഇസ്ഹാക്കിനെ ബലി അർപ്പിച്ചില്ലെന്ന് പറയുന്നവർ കീർത്തിക്ക്. ബലി അർപ്പിച്ചില്ല, ബലി അർപ്പിക്കാൻ കൊണ്ടുപോയതേ ഉള്ളൂ. അതാണ് ഭൂരിപക്ഷം ആൾക്കാർ. ഇനി യാക്കോബ് ലേഖനം 2-ാം അധ്യായം 21-ാമത്തെ വാക്യം. അവിടെ യാക്കോബ് പറയുന്നത് ഇങ്ങനെയാണ്: അബ്രഹാം നീതീകരിക്കപ്പെട്ടത് തൻ്റെ പുത്രനായ ഇസഹാക്കിനെ ബലിപീഠത്തിന്മേൽ ബലിയർപ്പിച്ചത് വഴിയല്ലേ. അബ്രഹാം നീതീകരിക്കപ്പെട്ടത് തൻ്റെ പുത്രനായ ഏകപുത്രനായ ഇസഹാക്കിനെ ബലിപീഠത്തിന്മേൽ ബലിയർപ്പിച്ചത് വഴിയാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത് എന്ന് യാക്കോബ് 2:21 നമ്മൾ വായിക്കുകയാണ്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. ബൈബിൾ ഉള്ളവരുണ്ടെങ്കിൽ തുറന്നു വായിക്കണം. നമ്മൾ സാധാരണ ബൈബിളൊന്നും കൊണ്ടുവരാറില്ലല്ലോ. നമ്മൾ സിനിമയ്ക്ക് പോകുന്ന പോലെ ഇങ്ങ് പോരും. അതുകൊണ്ട് ബൈബിളൊന്നും നമ്മുടെ കയ്യിലുണ്ടാകാൻ സാധ്യതയില്ല. ഉണ്ടെങ്കിൽ ആരെങ്കിലും തുറന്നു വായിച്ചേരെ. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അങ്ങനെയാണ് ബൈബിളിൽ കിടക്കുന്നത്. അപ്പോൾ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് ഇസഹാക്കിനെ ബലിയർപ്പിച്ചത് വഴിയാണെന്ന് യാക്കോബ് ശ്ലീഹ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഞാനത് വിശ്വസിക്കുന്നു. നീ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നു. പിന്നെ ആടിനെ കിട്ടിയ കാര്യം, മുൾച്ചെടിയിൽ ഉടക്കി കിടന്ന് ആടിനെ കൊണ്ടുവന്ന് ബലിയർപ്പിച്ചത്, അത് സെക്കൻഡറിയാ. സെക്കൻഡറി എന്ന് പറയാൻ കാരണം, ആദ്യം അബ്രഹാം ഇസ്ഹാക്കിനെ കൊണ്ടുവന്ന് ഈ ബലിപീഠത്തിന്മേൽ കിടത്തി കത്തിയെടുത്ത് ഉയർത്തിയപ്പോ ഇപ്പം മുൾച്ചെടിയിൽ നിന്ന് ഈ ആടിനെ കിട്ടുമെന്നും പറഞ്ഞുകൊണ്ടാണോ കൈ ഉയർത്തിയേ? ആണോ? അവിടെ അബ്രഹാം ഇസ്ഹാക്കിനെ കംപ്ലീറ്റ് ആയിട്ട് ബലി കൊടുക്കുക. എന്താ ബലി കൊടുത്തതിന്റെ അർത്ഥം? ഇവിടെ അബ്രഹാം ഇസ്ഹാക്കിൽ കണ്ട സ്വപ്നങ്ങളെല്ലാം അവസാനിപ്പിച്ചു. ഞാൻ പറഞ്ഞില്ലേ, സ്വപ്നങ്ങൾ കർത്താവിനോട് കൂടെ കാണണം. ലോത്ത് സ്വപ്നം കണ്ടു. ഈ ദേശം കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വളർച്ചയെപ്പറ്റി ലോത്ത് സ്വപ്നം കണ്ടു.
അബ്രഹാം അന്ന് സ്വപ്നം കണ്ടത് എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടാകുമ്പോഴുള്ള വളർച്ചയെ പറ്റിയിട്ടാണ്. പക്ഷെ ഇടക്കാലത്ത് അബ്രഹാത്തിന്റെ സ്വപ്നം ഒന്ന് ഡൈവേർട്ടായി പോയി. കൊച്ചിന്റെ കൂടെ പോയപ്പോൾ കർത്താവ് തിരിച്ചു പിടിച്ചു. എന്നിട്ട് ദാ മോനെ ഇങ്ങനെയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ അബ്രഹാം ഇസ്ഹാക്കിനെ ബലിയർപ്പിച്ചപ്പോൾ അബ്രഹാം ബലിയർപ്പിച്ചത് എന്തുകൂടിയായിരുന്നു? സ്വപ്നങ്ങൾ കൂടിയായിരുന്നു. ചേച്ചി പറഞ്ഞ സത്യമാണ്, സ്വപ്നങ്ങൾ കൂടിയായിരുന്നു. അബ്രഹാം ഇസ്ഹാക്കിനെ ബലിയർപ്പിച്ചപ്പോൾ അബ്രഹാം ബലിയർപ്പിച്ചത് തന്റെ സ്വപ്നങ്ങൾ കൂടിയായിരുന്നു. തന്റെ സ്വപ്നങ്ങൾ കൂടി ബലിയർപ്പിക്കുന്നവനാണ് ക്രിസ്ത്യാനി. നിനക്ക് വേണ്ടി വിചാരമുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവം നിനക്കായി സ്വപ്നങ്ങൾ കാണുന്നവനാണ്. അവൻ നിന്നെ കുറിച്ച് പദ്ധതിയുള്ളവനാണ്. അത് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിന്റെ ശുഭകരമായ ഭാവിക്കുള്ള പദ്ധതിയാണ്. ആ പദ്ധതി സ്വപ്നം കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ പറ്റി വിചാരമുള്ള ഒരു ദൈവമുണ്ട്. അപ്പൊ പിന്നെ ഞാൻ സ്വപ്നം കാണണ്ട എന്ന് അബ്രഹാം വിചാരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിന്റെ 15 അധ്യായം 19 വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ഈ ജീവിതത്തിനു വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചവരാണ് നമ്മളെങ്കിൽ നാം മറ്റെല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യരാണ്. ഈ ജീവിതത്തിനു വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചവരാണ് നമ്മളെങ്കിൽ നമ്മൾ മറ്റെല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യരാണ്. You are so unlucky person. You are so unlucky person. എപ്പോ നീ ഈ ലോക ജീവിതത്തിന് വേണ്ടിയാണ് ക്രിസ്തുവിന്റെ കൂടെ കൂടിയതെങ്കിൽ, ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നീ അവന്റെ പിന്നാലെ നടക്കുന്നതെങ്കിൽ, നീ അൺലക്കി നിർഭാഗ്യവാനായ മനുഷ്യനാണെന്ന്, അതും എല്ലാ മനുഷ്യരെയും കാൾ, വെറും നിർഭാഗ്യനല്ല, മറ്റെല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യനാണെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുക. നീ എന്തിനാ യേശുവിന്റെ കൂടെ കൂടിയിരിക്കുന്നത്? ഈ ലോക ജീവിതത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണോ? ഈ ലോക ജീവിതത്തിന് വേണ്ടിയിട്ടാണോ? നീ എന്തിനാ കർത്താവിന്റെ കൂടെ കൂടിയിരിക്കുന്നത്? കർത്താവ് എൻ്റെ ബ്ലോക്ക്, ആ ബ്ലോക്ക് ഒന്ന് മാറ്റാൻ, ഈ ബ്ലോക്ക് ഒന്ന് മാറ്റാൻ. ബ്ലോക്കൊക്കെ മാറട്ടെ, നല്ലത്. ഈ ബ്ലോക്കൊക്കെ നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുവന്ന ബ്ലോക്കുകളായിരുന്നോ, അതോ സ്വർഗം കാണിച്ചു തരുന്ന ബ്ലോക്കുകളായിരുന്നു? ചില ബ്ലോക്കുകളൊക്കെ സ്വർഗം കാണിച്ചു തരുന്ന ബ്ലോക്കുകളല്ലേ പ്രിയപ്പെട്ടവരെ? ആ ബ്ലോക്കുകൾ ഉള്ളത് കൊണ്ടല്ലേ നീ മദർ ഹോമിൽ ഇരിക്കുന്നത്? ആ ബ്ലോക്കുകൾ ഉള്ളത് കൊണ്ടല്ലേ നീ കർത്താവിൽ ആശ്രയിക്കാൻ പഠിച്ചത്? അപ്പൊ എല്ലാ ബ്ലോക്കും അത് നമുക്ക് നാശത്തിനുള്ളത് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, പോരവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. കർത്താവിൽ സ്വപ്നം കാണാൻ പഠിക്കണം. മക്കബയരുടെ പുസ്തകത്തിന്റെ 2 മക്കബയരുടെ 7 അധ്യായത്തില് അമ്മയും 7 മക്കളും എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഭാഗമാണ്. അത് വായിച്ചിട്ടുള്ളവർ കൈയുർത്താവോ? എന്റെ ദൈവമേ, ഇത്രയും പേരില് ആകെ 10-15 പേര് വായിച്ചിട്ടുണ്ട്. വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ബൈബിൾ എടുത്ത് ഇത് വായിക്കണം. ഇത്രയും ഹൃദയസ്പർശിയായിട്ടുള്ള ഭാഗമാണ്. മതപീഡന കാലത്ത്, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ കൊല്ലുന്ന കാലത്ത് ഈ അമ്മയും 7 മക്കളും ജീവൻ വെടിഞ്ഞ്, ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, ഈ അമ്മയും 7 മക്കളും ജീവൻ വെടിയുമ്പോൾ അവരെ തൊലിയുരിച്ച്, ആദ്യത്തെ ബ്രോയിലർ കോഴീനെ കൊല്ലുന്ന സംഭവം നമുക്ക് പഠിക്കണമെങ്കിൽ ഈ മക്കബയരുടെ പുസ്തകമൊക്കെ ഒന്ന് വായിക്കണം. ഈ മൂത്ത മകനെ, അമ്മയും 7 മക്കളിലും മൂത്തവനെ കൊല്ലുന്നത് എങ്ങനെയാണ്? അവന്റെ കൈ കാലുകൾ ഛേദിച്ച് തലയിലെ ചർമ്മം ഉരിഞ്ഞു മാറ്റി, എന്നിട്ടാണ്, അതായത് നമ്മുടെ ബ്രോയിലർ കോഴീനെയൊക്കെ കൊല്ലുന്ന പോലെ ആദ്യം നിങ്ങൾ കണ്ടിട്ടില്ലേ, ചിറകൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത്, കാല് കട്ട് ചെയ്ത്, തലയിൽ ഇത് ആദ്യമൊക്കെ കട്ട് ചെയ്ത്, എന്നിട്ടാണ് വലിച്ച് ചർമ്മം ഉരിഞ്ഞു മാറ്റുന്നത് എന്ന് പറഞ്ഞ പോലെ ഉരിഞ്ഞു മാറ്റി, എന്നിട്ട് വലിയ ചട്ടുകങ്ങളിലിട്ട് അങ്ങനെ കരിച്ച്, വറുത്ത് കരിച്ചെടുത്ത് അതിനകത്ത് പുക ഉയർന്നു എന്നാണ് പറയുന്നത്. അമ്മമാർക്കറിയാം, ഈ നമ്മൾ വറക്കുന്നത് പുക വരുന്നത് എപ്പോഴാണ്? കരിയുമ്പോഴാണെന്നറിയാം അല്ലേ? അപ്പൊ അതുപോലെ കരിച്ചെടുത്തു.
അങ്ങനെ ഒരു മോനെയല്ല, 7 മക്കളെ ഒന്നിന് പിറകെ ഒന്നായി 7 മക്കളെയും കരിച്ചെടുത്തു. ഓരോ മകനെയും ഈ മരണത്തിന് വിട്ടുകൊടുക്കുമ്പോൾ അമ്മ പറയുന്നൊരു ഭാഗമുണ്ട്. എന്താണെന്നറിയോ? ഈ അമ്മ പറയും, മക്കളെ, നിങ്ങൾ എൻ്റെ ഉദരത്തിൽ എങ്ങനെ ഉരുവായി എന്ന് എനിക്കറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ജീവനും ശ്വാസം തന്നത് ഞാനല്ല, നിങ്ങളുടെ ശരീരഭാഗങ്ങൾ വെച്ചുപിടിപ്പിച്ചത് ഞാനല്ല, ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് അവൻ്റെ സന്നിധിയിൽ വീണ്ടും കാണാം. ആ അമ്മ സ്വപ്നം കണ്ടത് കർത്താവിൻ്റെ സന്നിധിയിലുള്ളൊരു ജീവിതമായിരുന്നു. ആ മക്കൾ സ്വപ്നം കണ്ടത് കർത്താവിൻ്റെ കൂടെയുള്ളൊരു ജീവിതമായിരുന്നു. വലതുകരം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, യേശുവേ നന്ദി. അല്പം കൂടി ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. അടുത്തിരിക്കുന്ന ആൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ചോദിച്ചേ, നീ ഏത് സ്വപ്ന കാണുന്നതെന്ന് ചോദിച്ചേ. അടുത്തിരിക്കുന്ന ആൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തില്ല. ഷെയ്ക്ക് ഹാൻഡ് എല്ലാവരും അടുത്തിരിക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ തൊട്ടടുത്ത ആളില്ലെങ്കിൽ മുന്നിലോ പുറകിലിരിക്കുന്ന ആൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് ചോദിച്ചു, നീ ഏത് സ്വപ്ന കാണുന്നതെന്ന് ചോദിച്ചോ. ഉത്തരം പറയണം, ഏത് സ്വപ്ന കാണുന്നത്. ഉത്തരം കിട്ടിയോ? എല്ലാവർക്കും ഉത്തരം കിട്ടിയോ? ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഒന്ന് കൈ കാണിച്ചേ. എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞു ഞാൻ അയാളോട് ഉത്തരം ഞാൻ ചോദിക്കാം. ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവിൽ സ്വപ്നം കാണുന്നു. നമ്മുടെ സ്വപ്നങ്ങൾ കർത്താവിൻ്റെ കൂടെ ആകട്ടെ. ലോത്ത് കണ്ട പോലെ അല്ല, അബ്രഹാം കണ്ട പോലെ സ്വപ്നം കാണണം. അബ്രഹാം ഇടയ്ക്ക് വെച്ച് ഒന്ന് വഴി തെറ്റിപ്പോയി എന്ന് ഞാൻ പറഞ്ഞു. വഴി തെറ്റിപ്പോയല്ല, ചിന്തയൊന്ന് മാറിപ്പോയി എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ പോലും പോകാതെ കർത്താവിൽ സ്വപ്നം കാണാൻ നമുക്ക് പഠിക്കണം. സ്വരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി,